ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കാരണം ഞങ്ങൾക്ക് രാവിലെ വൈകുന്നേരം വെക്കുന്ന സ്പെഷ്യൽ ക്ലാസ്സുകൾ പോലും വെക്കാൻ പറ്റുന്നില്ല. അവർക്കിപ്പം ഫണ്ടില്ല, അവർക്ക് ജനങ്ങളെ സേവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവരുടെ ദൂരത്ത് കഴിഞ്ഞിട്ട് അവർക്ക് ജനസേവനം ചെയ്യാനുള്ള സമയം അവർക്കില്ല. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി, എന്നിട്ട് അത് വനമാക്കി. ഞങ്ങളാരും കയ്യേറിയതല്ല, ഞങ്ങളുടെ ആരും കാരണന്മാർ കയ്യേറിയതല്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച പവലിൻ ഇല്ലി അവർക്കൊന്നും ചെയ്യണ്ട. ടിക്കറ്റ് വെച്ച് കാശ് മേടിച്ച് പുട്ടടിച്ചാൽ മാത്രം മതി. ഇത് എടുത്തോണ്ട് പോക്കോ, ഇതുകൊണ്ട് നട്ടോ എന്ന് പറഞ്ഞ് പിള്ളേരെ പറ്റിച്ചേച്ച് അങ്ങോട്ട് വിട്ടേച്ച് ഈ കാശ് മുഴുവൻ ഒതുക്കി തീർത്തേച്ച് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാരയും മടന്ന് നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല ഒരിക്കലും. ശ്രീമതി ഷൈനി മാത്യു, അങ്ങ് ഒരു ജനപ്രതിനിധിയാണ്. പ്രത്യേകിച്ച് ജനങ്ങൾ അവരുടെ ഒരു വലിയൊരു ദയനീയാവസ്ഥയാണ് പങ്കുവച്ചത്. ഇപ്പൊ ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഒരു ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ അത്രത്തോളം സംഖ്യയില്ലാത്ത രീതിയിൽ മാങ്കുളം പോകേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് തുറച്ചു നോക്കപ്പെടുന്നത്. അപ്പോൾ എത്രത്തോളം വെല്ലുവിളികളാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാങ്കുളം നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ദൂരീകരിക്കുവാൻ അങ്ങ് നേരിടുന്നത്? ഒപ്പം മറ്റൊരു ചോദ്യം കൂടി പലപ്പോഴും പലരും ഈ മേഖലയിലുള്ളവർ പങ്കുവച്ചതാണ്. പലപ്പോഴും ഈ റവന്യൂ ഭൂമി ഈ വനഭൂമിയായി മാറ്റപ്പെടുന്ന ഒരു മാജിക് ഈ പ്രത്യേകിച്ച് ഇടുക്കി ജില്ല, പ്രത്യേകിച്ച് ഈ മാങ്കുളം പ്രദേശങ്ങളിൽ പലപ്പോഴും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം മാങ്കുളം പ്രദേശം എന്ന് പറയുന്നത് വളരെയേറെ പ്രകൃതി മനോഹരമായ ഒരു പ്രദേശമാണ്. അത് ഈ പറയുന്ന ഫോറസ്റ്റുകാരോ അല്ലെങ്കിൽ ഈ പറയുന്ന റവന്യൂക്കാരോ അല്ലെ ഈ സർക്കാരുകളോ ഒന്നും ഞങ്ങൾക്ക് നൽകിയതല്ല. ഞങ്ങളുടെ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകിയ ഒരു പ്രദേശമാണ് മാങ്കുളം. അതിനതിൻ്റെതായ മനോഹാരിതയുമുണ്ട്. അപ്പം ഈ ഒരു ടൂറിസ്റ്റുകൾ വളരെയേറെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ എങ്ങനെ അവർക്ക് പിടിച്ചെടുക്കാം, ഫോറസ്റ്റിലേക്ക് മാറ്റിക്കൊണ്ട് ഇതിന്റെ സാമ്പത്തിക സ്ഥിതി അവർക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു ഗൂഢതന്ത്രവും, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് അവർ കൈക്കൂലി മേടിച്ചുകൊണ്ട് ഞങ്ങളെ ഒറ്റിക്കൊടുക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് അവരിപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന വ്യക്തികളാണ്. കാരണം ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ ഫണ്ടുകൾ വെച്ച് ഈ ടൂറിസത്തെയും അതുപോലെ കാർഷിക മേഖലയും ഒക്കെ വികസിപ്പിക്കാൻ ഞങ്ങൾ ഫണ്ട് വെച്ച് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോഴേക്കും അവർ ഞങ്ങൾക്ക് തടസ്സവാദങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പം ഇത്തരം പ്രവണതകളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ DFO എന്ന് പറയുന്ന സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളേറെ ആദരിക്കുന്ന വ്യക്തിയാണ്. കാരണം ഞങ്ങൾ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ വ്യക്തികളെയും ആദരിക്കുകയും ടൂറിസ്റ്റുകളെയൊക്കെ ഞങ്ങൾ വളരെ കാര്യമായിട്ട് സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് ഇത്തരത്തിലുള്ള രീതികൾ കാണിച്ചാൽ ഞങ്ങളുടേതായ രീതി എന്ന് പറയാൻ, അപ്പം ഈ ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് വിലയിട്ടിരിക്കുന്ന പറഞ്ഞാൽ കാടൻ സ്റ്റൈലാണ്, കാട്ടിലുള്ള രീതിയിലാണ് അവർക്ക് രീതിയുള്ളൂ, അവർക്ക് അത്രേ സംസ്കാരമുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇത്തിരി സംസ്കാരം കുറഞ്ഞ ആളുകളാണ്, കാരണം ഞങ്ങൾ കാട്ടിലാണല്ലോ ജീവിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ സംസ്കാരമില്ലാത്ത നാട്ടിൽ ജനിച്ചവര്, സംസ്കാരമില്ലാത്തവര് ഞങ്ങളുടെ പ്രവർത്തനങ്ങളും മുമ്പോട്ട് വലിയ സംസ്കാരമൊന്നും കാണുകയില്ല. അത് ഇനി വരുന്ന ഭരണകൂടവും ഈ വരുന്ന ഉദ്യോഗസ്ഥരെ മനസ്സിലാക്കിയേ കൊള്ളാം. കാരണം ഈ ഉദ്യോഗസ്ഥരെ വളർത്തിവിടുന്നത് എന്നും ഭരണ സംവിധാനങ്ങൾ തന്നെയാണ്. ഇല്ല എങ്കിൽ അവർക്ക് എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല? നമ്മുടെ തമിഴ്നാട്ടില് അവരവിടെ അരിക്കൊമ്പൻ ഇറങ്ങി അവർ പിടിച്ച് മാറ്റാൻ അവർക്ക് സാധിച്ചു. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്, കേരള സർക്കാരിന് ഇത് സാധിക്കാതെ വരുന്നു? അവരുടെ പിടിപ്പുകേട് എന്ന് തന്നെ ഞങ്ങൾ പറയാൻ സാധിക്കുള്ളൂ. അവർക്കിപ്പം ഫണ്ടില്ല, അവർക്ക് ജനങ്ങളെ സേവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവരുടെ ദൂരത്ത് കഴിഞ്ഞിട്ട് അവർക്ക് ജനസേവനം ചെയ്യാനുള്ള സമയം അവർക്കില്ല. അവരുടെ ധാരണയിരിക്കുന്നത് ഈ പറയുന്ന വനമന്ത്രിക്കും അതുപോലെയുള്ള ഭരണ സംവിധാനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് ചോദിച്ചാൽ, അവരുടെയൊക്കെ പൂർവികര് അവർക്ക് പതിച്ചു നൽകിയ ഒരു സ്ഥാനമാണ് ഈ കസേര എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാങ്കുളംകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പാവപ്പെട്ട കർഷകര് അവരുടെ തഴമ്പ് വെച്ച കൈകൊണ്ട് ഇവർക്കിടെ ചിഹ്നത്തിൽ കുത്തിക്കൊടുത്തതിന്റെ ഞങ്ങളുടെ ഔദാര്യത്തിലാണ് ഇന്നത്തെ ഭരണകൂടം നിലനിൽക്കുക. ഇത് എപ്പോൾ വേണേലും മാറ്റപ്പെടാനും എപ്പോൾ വേണേലും മറിച്ചിടാനുള്ള അവകാശവും അതിനുള്ള സ്വാതന്ത്ര്യവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധികളെ പൂർണ്ണമായിട്ട് ഞങ്ങൾക്കൊരിക്കലും ഉദ്യോഗസ്ഥരെ തള്ളിപ്പറയാനോ അവരെ കുറ്റം പറയുക എന്നതിലപ്പുറം സർക്കാരിന്റെ ഒരു പിടിപ്പുകേട് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് ഈ മാങ്കുളത്ത് ഈ അപ്രഖ്യാപിതമായിട്ട് ഭരിക്കുന്നത് ഈ വനവകുപ്പാണെന്ന്. അങ്ങൊരു ജനപ്രതിനിധിയാണ്. പ്രത്യേകിച്ച് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അധികാര വർഗത്തെ അല്ലെങ്കിൽ അവരെയൊക്കെ സമീപിക്കുമ്പോൾ എത്രത്തോളം ഒരു പരിമിതികൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ഒരു നിസ്സംഗത മനോഭാവം അങ്ങേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഇപ്പൊ ഒരുപാട് ഭരണസമിതിയിൽ ഇരുന്നുകൊണ്ട് അധികാരികളെ സമീപിക്കേണ്ട ഒരു അവസ്ഥ
എനിക്ക് നിലവിൽ വന്നില്ല. എന്നാൽ എന്നെ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേകിച്ച് ഈ അച്ഛനും അതുപോലെ ഇവിടുന്ന് കുറേ ഭരണ നേതാക്കളും എല്ലാം കൂടി ഈ വനം മന്ത്രിയെ കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഇത് മാങ്കുളത്തുനിന്ന് വരുന്ന ജനങ്ങളാണ്, ഇവരുടെ ആശങ്കകൾ എന്ത്, ഇവരുടെ അഭിപ്രായം എന്ത് എന്നുള്ള ഒരു അഭിപ്രായം ചോദിക്കാനുള്ള ഒരു സന്മനസ് പോലും കാണിക്കാത്ത ഒരു വനം മന്ത്രിയും ഭരണ സംവിധാനവുമായിരുന്നു ഇവർക്ക് കാണാനായിട്ട് സാധിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് വളരെയേറെ വേദനയുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് പലപ്പോഴും ഞങ്ങളുടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ, അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് 65 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അച്ഛന് 5 വർഷം ഇല്ല 4 വർഷം കഴിയുമ്പോൾ ഇവിടുന്ന് മാറ്റപ്പെട്ടു പോകേണ്ട വ്യക്തിയാണ്. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അച്ഛൻ ഞങ്ങളെ പ്രതിനിധാനം ചെയ്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നിൽക്കുന്നത്. അപ്പം ആ അച്ഛൻ ചെന്നപ്പം പോലും അവരോട് മാന്യത കാണിക്കാൻ കഴിയാത്ത ഒരു വനം മന്ത്രിയാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. ആ ഒരു കാര്യത്തിൽ ഞങ്ങളേറെ വേദനയോ ഞങ്ങൾക്കുണ്ട്. ഇനിയും ഇങ്ങനെ മുമ്പോട്ട് ആവർത്തിച്ചാൽ ഞങ്ങളുടെ സമരമുഖമോ അല്ല ഞങ്ങളുടെ സമരത്തിന്റെ രീതിയോ ഇതായിരിക്കില്ല. ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കും, മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അച്ഛനോട് പ്രത്യേകിച്ച് അന്ന് വനമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ എത്രത്തോളം ഒരു എന്നെ അദ്ദേഹം വിളിച്ചൊന്നുമില്ല, ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ടുമില്ലായിരുന്നു. അത് നമ്മൾ ആദ്യം പറയുള്ളൂ, നമ്മൾ കാണണമെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം, ഭരണ സംവിധാനത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഈ പഞ്ചായത്തിൽ നിന്നും ഈ ബ്ലോക്കിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും വിളിച്ചായിരുന്നു. അതിന് കൂടുതൽ ഒരാൾക്കും കൂടെ 1-2 പേർക്കും കൂടെ ചെല്ലാമെന്നൊരു എന്തോ ഒരു ചെറിയ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ കൂട്ടിയാണ് പോയത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന മറ്റേ ആളുകൾക്ക് അത് ബോധ്യപ്പെടണം എന്നില്ല. ഇപ്പം ഞാൻ തന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നേരാണോ നുണയാണോ 4 ആളുകൾക്ക് ഗണിച്ചെടുക്കാനൊന്നും പറ്റിയല്ല. അപ്പോൾ അവിടെ ചെന്നു. ആദ്യം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വനം മന്ത്രിയും അതുപോലെ തന്നെ ഈ ജനപ്രതിനിധികളും സെക്രട്ടറിമാരും കൂടെ കുറേ നേരം ചർച്ച നടത്തി. അത് കഴിഞ്ഞിട്ട് ഏതാനും ആളുകളെ കാണാമെന്ന് പറഞ്ഞു. ഒട്ടുമുക്കാലും ആളുകൾക്ക് കയറി കാണാൻ പറ്റി. പക്ഷെ ഞങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്, സാറ് മറ്റേ പരിപാടിക്ക് പോകാറായെന്നാണ്, വേറെ എന്തോ പരിപാടിയുണ്ട്. അപ്പം ഞാൻ ഏതായാലും പറയാനുള്ള കാര്യങ്ങളെല്ലാം ശ്വാസം വിടാതെ തന്നെ ഞാൻ പറഞ്ഞ് വിളിക്കുക. അത് കഴിഞ്ഞ് ഏതായാലും അദ്ദേഹം അതിനെക്കുറിച്ച് കാര്യഗൗരവമായിട്ട് എടുത്തു എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ കാരണം വെച്ചാൽ അദ്ദേഹം ഒരു സാധാരണഗതിയിൽ ഞാനിത് ആദ്യമായിട്ട് പോകുന്നതല്ല. ഞാൻ തിരുവനന്തപുരം പോയിട്ടുണ്ട്, ഞാൻ മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, ജനങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വളരെ പോസിറ്റീവായിട്ട് ആണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. ചില ആളുകൾ അന്നേരം തന്നെ അതിന് ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിന് ഫലമുണ്ടായിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ അവിടെ ഇരിക്കുകയാണ്. ഈ സത്യത്തിൽ അദ്ദേഹം ഇപ്പം മന്ത്രിയായിരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയോ മന്ത്രിയാകുകയോ ചെയ്യാത്ത കാരണം അവസാനം 5 വർഷം എങ്ങനെയെങ്കിലും തയ്ക്കണമെന്ന് നേർച്ച ചേർന്ന് ഇരിക്കുന്നവരാണ് എനിക്ക് തോന്നിയത്. ആരോഗ്യമുള്ള, ഇച്ഛാശക്തിയുള്ള, ചിന്തിക്കാനായിട്ട് ബുദ്ധിക്കൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നം വരും. ഓർമ്മശക്തിയൊക്കെ നമുക്ക് കുറയും. അതെല്ലാം മനുഷ്യന് സംഭവിക്കുന്ന ഒരാൾക്ക് മാത്രമല്ല. ഇത് ആർക്ക് വേണേലും വരാം, എനിക്കും വരാം, ആർക്ക് വേണേലും വരാം. പക്ഷേ അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളുടെ എൻ്റെ കൂടുതൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അവരെല്ലാവരും എന്നോട് കേട്ടോണ്ടിരുന്നാണ് ഞാൻ പറയുന്നത്. വ്യത്യസ്തമായിട്ടാണെങ്കിൽ അവർക്ക് ഇപ്പം തന്നെ ഈ സ്റ്റേജിൽ അത് ചലഞ്ച് ചെയ്യാനായിട്ട് വരും. അപ്പം അദ്ദേഹം അതിന് ഒരു പ്രതികരണം നൽകിയില്ല. ആകെ പറഞ്ഞൊരു കാര്യം, റവന്യൂ, ഫോറസ്റ്റ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി ഇങ്ങനെ ആളുകളെ കൂട്ടി ഒരു ജനപ്രതിനിധികളെല്ലാം കൂടി ഒരു ചർച്ച നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് പരിഗണിക്കാം എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. വേറെ ഒരു കാര്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കാം എന്നല്ലാതെ ഇനി ഒരു കാര്യം ചെയ്യാം എന്ന് അദ്ദേഹം പോസിറ്റീവായിട്ട് പറഞ്ഞില്ല. പറഞ്ഞില്ല എന്നുള്ള കാര്യം എനിക്ക് പ്രശ്നമല്ല. കാരണം ഞാൻ ആരുടെയെങ്കിലും ഔദാര്യത്തിൽ ജീവിക്കാം എന്ന് കരുതുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. അദ്ദേഹത്തിൻ്റെ ഔദാര്യം എനിക്ക് വേണ്ട. ഞാൻ പോയത് എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ അല്ല ഒരുത്തൻ്റെയും കാല് പിടിക്കാൻ പോകില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനാണ് ഞാൻ പോയത്. അത് തന്നെയാണ് അച്ഛനോട് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് അച്ഛൻ എനിക്ക് 65 വയസ്സായി അല്ലേ? 65 വയസ്സായി. പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഒരു 21 വയസ്സുകാരന്റെ ഊർജ്ജസ്വലതയോട് കൂടി തന്നെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ, സമരമുഖത്ത് മുന്നിട്ട് നിൽക്കുവാൻ അച്ഛനെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരണ ഘടകം. ഞങ്ങൾ ആദ്യം കോതങ്ങളിൽ യുവതക്കാരായിരുന്നു. ആ യുവതങ്ങളിൽ യുവതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനായത്. യുവത തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ കോതങ്ങളിൽ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇടുക്കി എടുക്കാമായിരുന്നു. ഞാൻ ഇടുക്കിയാണ് എടുത്തത്. അതിൻ്റെ കാരണം ഞാൻ ജനിച്ചു വളർന്ന ദേശത്തെ ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനത് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
സുഖത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. അച്ഛനായത് ഇങ്ങനെ ഈ മുറിയൊന്നും എനിക്ക് ആവശ്യമൊന്നുമില്ല. എനിക്ക് ഈ വീട്ടിലേക്ക് കിടന്നാലും ഞാൻ ഉറങ്ങുന്നത് 8 മണിയാകുമ്പോൾ ഞാൻ 8 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. കിടന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്നുറങ്ങും. എനിക്ക് ബോധം പോകണമെന്നൊന്നുമില്ല. ഭയങ്കര തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഏക്കുള്ളൂ. പകൽ എനിക്ക് പറ്റുന്നിടത്തോളം ജോലി പറമ്പിലാണെങ്കിൽ പറമ്പിൽ, ഇവരോട് കൂടിയാണെങ്കിൽ ഇവരെ ഞാനത് ചെയ്യും. അപ്പം ഞാൻ ഈശോയോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ഈശോയുടെ നാമത്തിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഉദ്ദേശം വളരെ ശുദ്ധമാണ്. എനിക്കിപ്പോൾ സർക്കാരിനെ കുറ്റം പറയണമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കുറ്റം പറയണമെന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കുറ്റം പറയണമെന്നോ എനിക്കില്ല. എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് യാതൊരു സ്നേഹക്കുറവില്ല. എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. ഞാൻ ജനങ്ങളുടെ ആവശ്യം കൃത്യമായിട്ട് പറയും. വ്യക്തമാണ്. ഞാൻ ജനങ്ങളിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മാങ്കുളത്തിന്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. പ്രത്യേകിച്ച് ഈ വന്യമൃഗ ശല്യം മൂലം കാർഷിക മേഖല ആകപ്പാടെ തകർന്നടിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഉൽപ്പന്നങ്ങളുടെ ഒരു വില തകർച്ച, ഒപ്പം ഈ പറയുന്ന വനവകുപ്പിന്റെ ഒക്കെ ഒരു അധിനിവേശം, അവരുടെ ഒരു നിസ്സംഗത മനോഭാവം, ഇത്തരത്തിൽ നോക്കുമ്പോൾ എത്രത്തോളം ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധിയാണ് നേരിടുന്നത്? ഒപ്പം തന്നെ ഭാവിയെക്കുറിച്ച് എത്രത്തോളം ഒരു ആശങ്കയുണ്ട്? ഞാൻ കുടുംബനാഥന്മാരോടാണ് ചോദ്യം. അവർക്കുള്ള അവസരമാണ് അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുക. മാങ്കുളം സാമ്പത്തികമായി ഏറ്റവും സമൃദ്ധമായിരുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. കവുങ്ങും കുരുമുളകും ഏലക്കയും ഒക്കെ സമൃദ്ധമായി വിളഞ്ഞിരുന്ന കാലം. ഇപ്പൊ കൃഷി ചെയ്യാതെ തരിച്ചിട്ടിരിക്കുന്ന ഭൂമിയാണ് മാങ്കുളത്ത് കൂടുതൽ. ഇത് ഉണ്ടാകുന്നതിനുള്ള കാരണം വനമില്ലാത്ത മാങ്കുളത്ത് വനമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഏറ്റവും ഗുരുതരമായ കാര്യം സർക്കാരും ജനങ്ങളുമായുള്ള ബന്ധം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മലയോരത്ത് ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുക്കപ്പെടുന്നവരും ജനങ്ങൾക്കൊപ്പമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ നിയന്ത്രിക്കുന്ന ജനപ്രതിനിധികളായി അവർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം നിയമം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാണോ എന്നുള്ളതാണ്. മാങ്കുളത്ത് കർഷകർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി 1971 കേരള നിയമസഭ നിയമം പാസാക്കി. ആ നിയമം പാസാക്കിയ ശേഷം അന്ന് മുതൽ വനഭൂമിയാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടി? ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുകയും എന്നിട്ട് അത് വനമാക്കി കൊടുത്ത ഭൂമിയിൽ നിന്ന് അവരെ കുടിയിറക്കാനും നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സമരവും ഏറ്റുമുട്ടലുകളും എല്ലാം. അപ്പോൾ സർക്കാർ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു? ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുമോ? ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെ വിദേശ ശക്തികളുടെ ആഗ്രഹത്തിൽ ഒന്നിച്ച് നിൽക്കുന്നോ എന്നുള്ളതാണ് പ്രശ്നം. വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ കഴിയും. പക്ഷേ അത് കൃഷിയിടത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണെങ്കിൽ സർക്കാരിന് അത് ഇറക്കാൻ കഴിയും. കാരണം ആൾക്കാർ കൃഷി ചെയ്യാതെ കൃഷിഭൂമി ഒഴിവായി ഇടുക്കി ജില്ല അനാഥമാകണം, വനഭൂമിയായി മാറണം എന്ന ലക്ഷ്യം സർക്കാരിനുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങും. അതല്ലെങ്കിൽ വന്യമൃഗങ്ങൾ വനത്തിൽ നിൽക്കും. അതുപോലെ തന്നെ വനത്തിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ, വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷിക്കാരെ ഭയപ്പെടുത്തുകയും അവരുടെ ജീവിതം താറുമാറാക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായ സമരങ്ങൾ മലയോരത്ത് ഉയർന്നു വരും. അതിന്റെ ഭാഗമാണ് മാങ്കുളത്ത് ഇപ്പോൾ നടന്നു വരുന്ന സമരം. മറ്റ് കുടുംബനാഥന്മാർക്ക് പങ്കുവയ്ക്കാം. ഒപ്പം തന്നെ പ്രത്യേകിച്ച് കർഷകര്, ഒപ്പം ഈ ബിസിനസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർ, ഈ കാർഷിക മേഖല മാത്രമല്ല ഈ വിഷയങ്ങൾ പോലെ ബിസിനസ് മേഖലയും ഈ ഒരു പ്രതിസന്ധി ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആശങ്കകളൊന്ന് പങ്കുവയ്ക്കാം. വളരെ പെട്ടെന്ന് നമുക്കിവിടെ ഈ മാങ്കുളത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ, മുൻകാലങ്ങളിൽ മാങ്കുളം എന്ന് പറഞ്ഞാൽ നല്ല ജനവാസം, നല്ല 10,000-16,000 ജനസംഖ്യ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ മാങ്കുളം. ഇന്ന് ആ ജനസംഖ്യ കേവലം 7,000-ൽ താഴെയായിട്ട് മാറിയിരിക്കുകയാണ്. താന്നു. അതിൽ തന്നെ ജനസംഖ്യയുടെ പകുതി ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഗ്രാമത്തിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ മാങ്കുളത്തിൻ്റെ ഒരു പ്രത്യേകത, മുൻകാലങ്ങളിൽ മാങ്കുളം കപ്പ എന്ന് പറഞ്ഞാൽ കേരളത്തിലെമ്പാടും പ്രസിദ്ധമായിരുന്നു. ഇപ്പോഴും ടൗണിൽ പോയാൽ മാങ്കുളം കപ്പ എന്നും പറഞ്ഞുകൊണ്ട് വിൽക്കുന്നുണ്ട്. പക്ഷേ അത് മാങ്കുളം കപ്പയല്ല. ഇന്ന് ടൺ കണക്കിന് കപ്പ മാങ്കുളത്ത് നിന്ന് മുൻകാലങ്ങളിൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു എങ്കിൽ ഇന്ന് മാങ്കുളംകാർ പുറത്തു നിന്ന് വരുന്ന കപ്പയാണ് ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോ ഭക്ഷ്യസാധനങ്ങളും ഇവിടെ കൃഷി ചെയ്ത് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇനി എന്തെങ്കിലും നാണ്യവിളകൾ ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും കഴിയാത്ത വിശേഷമാണ്. അത് കൃഷിനാശം സംഭവിക്കുന്നു. അതുപോലെ തന്നെ കൊക്കോ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, അത് കുരങ്ങിൻ്റെ ശല്യം കാരണം മരപ്പെട്ടി, കുരങ്ങ് ഈ കൊക്കോ ഒരു കഷ്ണം പോലും തരാത്ത അവസ്ഥയാണുള്ളത്. അങ്ങനെ എല്ലാ വിധത്തിലും ആന ഇറങ്ങിയിട്ടാണെങ്കിൽ തെങ്ങുകൾ നശിപ്പിക്കുന്നു, കമ്പു കൃഷി പാടെ നശിച്ചിരിക്കുന്നു. അങ്ങനെ കൃഷിക്കാരന് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അങ്ങനെ കൃഷിക്കാരനെ
ഈ വന്യമൃഗങ്ങളും അതോടൊപ്പം തന്നെ ഈ വന്യമൃഗങ്ങളിൽ നിന്നും ഇവിടെ മനുഷ്യരെ സംരക്ഷിക്കേണ്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. മനുഷ്യനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏത് രാജ്യത്തും നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യനെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് മൃഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യനെ എങ്ങനെ ദ്രോഹിക്കാം എന്നുള്ള വിധത്തിലാണ് ഇപ്പോഴത്തെ നിയമത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മനുഷ്യന് ഈ നാട്ടിലെ സാധാരണ ഗ്രാമീണരായ ആളുകൾക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആളുകൾ പുറം ദേശത്തേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യാനായിട്ട്. കാരണം ഇവിടെ ജോലിയില്ല. ഇനി അഥവാ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തെന്തെങ്കിലും ഭക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും സാധിക്കുന്നില്ല. പോകുന്നവർ തിരിച്ചു വരുന്നില്ല. ഈ ഭൂമിയെല്ലാം ഇവിടെ തരിച്ചു കിടക്കുകയാണ്. ആ ഭൂമി ഇവിടെ തരിച്ചിട്ടിട്ട് ഇവിടെ വീടുകളെല്ലാം ഒഴിഞ്ഞിടക്കണം. ഏറ്റവും ചുരുക്കം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ താമസിക്കുന്നത് ഈ പഞ്ചായത്തിലെ 11-ാം വാർഡിലാണ്, മാങ്കുളം പഞ്ചായത്തിലെ 11-ാം വാർഡിലാണ്. ഒരു 10 വർഷത്തിനിടയ്ക്ക് ആകെ ഏതാണ്ട് ഒരു 200-ലധികം കുടുംബങ്ങളുണ്ടായിരുന്ന ആ പ്രദേശത്ത് നിന്നും ഏതാണ്ട് 70ഓളം കുടുംബങ്ങൾ ഒഴിവായി പോയി എന്ന് പറയുമ്പോൾ, ഒരു പ്രദേശത്ത് ഇത് 200 കുടുംബങ്ങളോടത്ത് 70 കുടുംബങ്ങൾ ഒഴിവായി പോകുമെന്ന് പറയുമ്പോൾ തന്നെ ഈ കൊഴിഞ്ഞുപോക്കിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണിപ്പോൾ മാങ്കുളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു രക്ഷയില്ലാത്ത കുറച്ച് ആദിവാസികൾ മാത്രമായിട്ട് ഇവിടെ അവശേഷിക്കുന്ന വിധത്തിൽ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സർക്കാരും ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഭരണവർഗം ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണെന്ന് തോന്നുന്നു. അലിഖിത പ്രഖ്യാപനത്തിലൂടെ, ലിഖിതമാക്കപ്പെട്ടിട്ടില്ല, ഒരു അലിഖിത പ്രഖ്യാപനത്തിലൂടെ ഈ നാട്ടിലെ ജനങ്ങളെ കുടിയിറക്കുക, സ്വയം കുടിയിറക്കുക എന്നുള്ള ഒരു കുടില തന്ത്രമാണ് ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഇവിടെ ജനരോഷം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഇതാണെന്നൊന്നും കരുതണ്ട. ഇത് ജനങ്ങൾ മടുത്ത പൊറുതിമുട്ടിയിട്ട് അവരുടെ ആ പൊറുതിമുട്ടിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നതാണിത്. ഇതിവിടെ പയ്യെ കത്തി നീറി മുൻപോട്ട് പോകും. ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിയാത്തൊരവസ്ഥയിൽ, കാരണം രക്ഷയില്ല, ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അതിന് ഗവൺമെൻറ് എന്തെങ്കിലും നടപടികൾ ഉണ്ടായില്ല എങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ആകെ ദുരിതത്തിലേക്ക് എത്തുമെന്നാണ് പറയാനുള്ളത്. എൻ്റെ പേര് സാനി ജോസ് എന്നാണ്. 32 വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ മാങ്കുളത്ത് പ്രവർത്തിക്കുന്നു. ഈ 32 വർഷം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി എൻ്റെ പറമ്പിലുണ്ടായിരുന്ന റബ്ബർ തടി ഈ പെരുമ്പൻകുത്ത്, കുറത്തിക്കുടി, ആവറകുട്ടി കൂടി 6-ാം മൈൽ കൊണ്ട് പെരുമ്പാവൂർ കൊണ്ടുപോയി വിറ്റിട്ട് അവിടുന്ന് ഓടുമായി വന്ന് ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ മേച്ചിൽ നടത്തിയ ഒരു വ്യക്തിയാണ്. 32 വർഷം മുമ്പ് നടന്ന ആ വഴിയിലൂടെ കഴിഞ്ഞ വർഷം ഞാൻ ഒരിക്കൽ പോയിട്ട് ഞങ്ങൾക്കെതിരെ കേസ് വന്നു. 3 ദിവസം ഫോറസ്റ്റ് വണ്ടി, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ആദ്യത്തെ ദിവസം വന്നപ്പോൾ പേടിച്ചു പോയി. ഫോറസ്റ്റ് വണ്ടിയും ഒരു 7-8 ഫോറസ്റ്റുകാരും കൂടെ മുറ്റത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ലോകത്തിൽ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് 2 തവണയും കൂടി ഇവർ വന്നു. രാഷ്ട്രീയമായ ഇടപെടൽ കൊണ്ട് എങ്ങനെയോ ആ കേസ് തേച്ചു മാച്ചു പോയി. പക്ഷെ എനിക്കിപ്പോഴും ഭയമുണ്ട്, തേഞ്ഞു മാഞ്ഞു പോയ കേസുകളും ഇവരാവശ്യം വരുന്ന സമയങ്ങളിൽ എടുത്തുപോക്കി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ നടപ്പിലാക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സംവിധാനം മാങ്കുളത്തുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പല പ്രതികളും, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണിലെ പല പ്രതികളും നിരപരാധികളാണ്. ഇവരുടെ അജണ്ട നടപ്പിലാക്കണം, അതിനുവേണ്ടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ തകർച്ചയെക്കുറിച്ച് ഇവിടെ പലരും സംസാരിച്ചു. ഈ കാർഷിക മേഖലയുടെ തകർച്ചയിൽ നിന്ന് കരകയറാൻ വേണ്ടി മാങ്കുളത്തെ ജനം അവസാനമായി കണ്ടെത്തിയ ഒരു മാർഗമാണ് ടൂറിസം മേഖല. കാരണം പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മേഖലയിൽ ഇവിടുത്തെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ദിവസങ്ങൾ, അവധി ദിവസങ്ങളിലൊക്കെ 100 കണക്കിന് 1000-കണക്കിന് മനുഷ്യർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇതിൽ ഫോറസ്റ്റുകാർ കണ്ണുവെച്ചതാണ് ഏറ്റവും അടുത്ത പ്രശ്നങ്ങൾക്ക് കാരണം. കാരണം മാങ്കുളത്ത് ഫോറസ്റ്റുകാരുടെ ഇപ്പം ഏതാണ്ട് 13ഓളം ഓഫീസുണ്ട്. DFO ഓഫീസ്, റേഞ്ച് ഓഫീസ്, ഫോറസ്റ്റ് ഓഫീസ് മുതലാണ്ട് 13ഓളം ഓഫീസുണ്ട്, വിരിപാറ മുതൽ ആനക്കുളം വരെ. ഇവർ ആരും മാങ്കുളത്ത് ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട്. മീൻസ് വഴിയില്ലാതിരുന്ന, കറണ്ട് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്ത് അവർക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റാതിരുന്നപ്പോൾ ഇവർ അടിമാലിയിലായിരുന്നു ഓഫീസ് ഇട്ട് താമസിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ ചിലപ്പോൾ മാസത്തിലൊന്നോ അല്ലെങ്കിൽ വർഷത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ മാത്രം മാങ്കുളത്ത് വന്നിരുന്നൊരു കാലമുണ്ട്. അന്ന് ഇവിടെ മനുഷ്യരും മൃഗങ്ങളും വളരെ സഹോദരത്തോടെ, വളരെ സ്നേഹത്തോടെ, പ്രകൃതിയോട് ഇണങ്ങി, പ്രകൃതിയെ സ്നേഹിച്ച് ജീവിച്ചിരുന്നു. ഇവരുടെ കടന്നുവരവോടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. വിരിപാറ ഒരു വാട്ടർഫോൾ ഉണ്ട്, അത് ഇവരുടെ കൈവശത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടർഫോൾ അവരുടെ കൈവശപ്പെടുത്തി, ചുറ്റും കണ്ണൻദേവന്റെ ഭൂമിയാണ് ഇത് കൈവശപ്പെടുത്തി അവിടെ പൈസ വെച്ച് പിരിച്ച് അവർ ന്യായമായ പൈസ ഉണ്ടാക്കുന്നുണ്ട്.
അതിനുശേഷം അവർ ടൈഗർ കേവ് എന്ന് പറഞ്ഞുകൊണ്ട് മുനിപാറ ഭാഗത്ത് ഒരെണ്ണം ചെയ്തു. ഇപ്പോൾ അവർ കണ്ടുവച്ചിരിക്കുന്ന ആനക്കുളം പവലിൻ. കാരണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച പവലിൻ ഇല്ലേ, അവർക്കൊന്നും ചെയ്യണ്ട, ടിക്കറ്റ് വെച്ച് കാശ് മേടിച്ച് പുട്ടടിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ശരിക്കും ഫോറസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ കേരളത്തിലെ സാധാരണക്കാരായ പൗരന്മാർക്ക് വേണ്ടിയോ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമല്ല. അവരിപ്പോഴും 1947 മുമ്പുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രേതം കടന്നുകൂടിയിരിക്കുന്ന ചില ദുരാത്മാക്കളാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ ഇപ്പോഴും പല ഫോറസ്റ്റുകാർ, എല്ലാവരെയും അല്ല പറയുന്നത്, കാരണം പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതിനു മുമ്പ് 7 ഫോറസ്റ്റുകാർ DFOമാർ മാങ്കുളത്തുണ്ടായിരുന്നു. ഈ 7 DFOമാര് 16 വർഷത്തോളം മാങ്കുളത്ത് ഇരുന്നിട്ട് അവരെല്ലാവരും കൂടി ഉണ്ടാക്കിയതിന്റെ 3 ഇരട്ടിയോളം വെറുപ്പും വിദ്വേഷവും ശാപവും കണ്ണീരും ഇപ്പോഴത്തെ ഈ DFO ഈ 1 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഹിഡൻ അജണ്ടയാണ് അവരുടേത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായി. ഞങ്ങളുടെ ഭൂമി സംരക്ഷിക്കാനും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടുന്ന മറ്റു മാർഗങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ശക്തമായ നടപടികളിലേക്ക് മാങ്കുളം ജനത മുന്നോട്ട് ഇറങ്ങും. അതിൽ നിന്ന് പിന്നെ മാറുന്ന പ്രശ്നമില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് ഷൈനി, ഞാൻ ഒരു വീട്ടമ്മയാണ്. മാങ്കുളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നീറി കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ സമാധാനമില്ലാതെ, ഒരു ശാന്തി ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ സാധിക്കുന്നില്ല, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, ഒരു കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരാൻ, സന്ധ്യയ്ക്ക് മുമ്പേ തിരിച്ചു വന്നില്ലെങ്കിൽ വീട്ടിൽ വരാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ സാധാരണക്കാരായ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനുവേണ്ടി ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചെന്നാൽ, കാട്ടിൽ വളരുന്ന മൃഗങ്ങൾ കാട്ടിൽ തന്നെ വളർന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവയ്ക്ക് അവിടെ സംരക്ഷിക്കാനുള്ള സംരക്ഷണങ്ങൾ കോടിക്കണക്കിന് രൂപ ഫോറസ്റ്റ് അധികാരികൾക്ക് എല്ലാ വർഷവും കിട്ടുന്നുണ്ട്, സർക്കാരിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. 5 or 6 മരത്തെ ഓരോ സ്കൂളിന്റെ മുറ്റത്തും കൊണ്ട് വെച്ചേച്ച് ഇത് എടുത്തോണ്ട് വെക്കോ, ഇതുകൊണ്ട് നട്ടോ എന്ന് പറഞ്ഞ് പിള്ളേരെ പറ്റിച്ച് അങ്ങോട്ട് വിട്ടേച്ച് ഈ കാശ് മുഴുവൻ ഒതുക്കി തീർത്തേച്ച് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാരയും മടന്നു നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല ഒരിക്കലും. ഇത് കാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കാട്ടിൽ ചെയ്ത് അതുങ്ങൾക്ക് തിന്നാനുള്ള, മൃഗങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടാക്കി വേലിയും കെട്ടി സംരക്ഷിച്ച് അവിടെ നിർത്തുക. നാട്ടിൽ വളരുന്ന, നാട്ടിലേക്ക് ജീവിക്കുന്ന ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക. അതുപോലെ തന്നെ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ, ആ മൃഗങ്ങളെ വേട്ടയാടി തിന്നാനുള്ള ആ നിയമം ആ ജനങ്ങൾക്ക് കൊടുത്തേ പറ്റൂ. അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇവിടെ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ഇതൊന്ന് തീർക്കുന്നിടം വരെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി, പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛൻ ഇപ്പോൾ ഇതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛൻ്റെ പുറകെ ഞങ്ങൾ അണിനിരന്നുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാടിനു വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഞാൻ ബിജു മാനുവലിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ മാങ്കുളത്ത് വന്നപ്പോൾ കണ്ട ഒരു വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയും, പ്രത്യേകിച്ച് മാങ്കുളം വില്ലേജ് എനിക്ക് 125 സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ ഒരു വിസ്തൃതി വരുന്നത്. പക്ഷേ ഈ ഒരു വിസ്തൃതിക്കുള്ളിൽ ഏകദേശം 4 ഫോറസ്റ്റ് ഓഫീസ്, അപ്പോൾ തന്നെ 2 റേഞ്ച് ഓഫീസ്, അപ്പോൾ തന്നെ ഒരു ഡിവിഷണൽ ഓഫീസ്. അത് ശരിക്കും പറഞ്ഞ ഒരു ദുരൂഹമല്ല. ഈ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഈ ഇടങ്ങളിൽ ഇത്രത്തോളം ഫോറസ്റ്റ് ഓഫീസുകൾ നമുക്ക് നേരിമംഗലത്തോ അല്ലെങ്കിൽ മലയാറ്റൂരോ അത്തരം ഇടങ്ങളിലൊന്നും ഇത്ര എണ്ണം ഫോറസ്റ്റ് ഓഫീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതൊരു ദുരൂഹത നിറഞ്ഞൊരു കാര്യം തന്നെയല്ലേ? ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ദേവികുളം റേഞ്ച് 3ാം ഡിവിഷനിൽ അരുവിക്കാട് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ പരിധി, ആ സ്റ്റേഷന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 135 ചതുരശ്ര കിലോമീറ്ററാണ്. ഒരു സ്റ്റേഷന് ഒരു ഫോറസ്റ്ററും അതിനോടനുബന്ധിച്ചുള്ള ഏതാണ്ട് 5ഓളം സ്റ്റാഫ് അടങ്ങുന്ന ആ ഒരു മേഖലയ്ക്ക് മാത്രം 135 ചതുരശ്ര കിലോമീറ്റർ ഉള്ളത്. അത് നമ്മൾ ദേവികുളത്ത് തുടങ്ങി കുണ്ടളയുടെ ഒരു സൈഡ് തുടങ്ങി ടോപ്പ് സ്റ്റേഷന്റെ അവിടെ വരുന്ന ഒരു പ്രദേശമാണത്, അരുവിക്കാട് ഉൾപ്പെടുന്ന പ്രദേശം. പക്ഷെ മാങ്കുളം എന്ന് പറയുന്നത് 124.5, ഇപ്പം സാറ് പറഞ്ഞ 125 എന്ന് പറയുന്നത് ആ ഒരു ചതുരശ്ര കിലോമീറ്റർ മാത്രം വരുന്ന വനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇപ്പൊ വെച്ചിരിക്കുന്നത് ഒരു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ACF റാങ്കിലുള്ളത്, 2 റേഞ്ച് ഓഫീസ് അടങ്ങുന്ന ഒരു ഫോറസ്റ്റിന്റെ ഫുൾ വിങ്ങാ വെച്ചിരിക്കുന്നത്. ഇത് തികച്ച് ഇവിടെ നടന്ന ചർച്ചയിലെല്ലാം തികഞ്ഞ ദുരൂഹതയുള്ളതാണത്. ആ ദുരൂഹത എന്ന് പറയുന്നത്, ഈ വനം വകുപ്പില് നമ്മൾ അറിയുന്നതിന്റെ അപ്പുറത്തേക്ക്, ബജറ്റിൽ വെച്ചിരിക്കുന്ന ഫണ്ടിന് അപ്പുറത്തേക്ക് മറ്റ് ഏജൻസികളിൽ നിന്നും മറ്റേ കാർബൺ ഫണ്ട് എന്ന് നമ്മൾ പറയുന്ന വൻതോതിലുള്ള ഫണ്ടുകൾ, ഓഡിറ്റ് ചെയ്യപ്പെടാത്ത ഫണ്ടുകൾ കടന്നു വരുന്നുണ്ട്. അപ്പൊ ആ ഫണ്ടിന്റെ എല്ലാം അവർ പറയുന്ന ഏറ്റവും വലിയ ആ ഫണ്ടെല്ലാം ചെലവഴിക്കുന്നതിൽ അവർ പറയുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, പുതിയതായിട്ട് എത്രത്തോളം വനമേഖല നിങ്ങളുടെ ഏരിയയിൽ സൃഷ്ടിക്കാമെന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ഒരു അജണ്ടയാണ് ഈ പറയുന്ന ഒരു ഡിവിഷൻ ചുരുങ്ങിയ ഏരിയയിൽ
ഒരു ഫോറസ്റ്ററുടെ മാത്രം പരിധിയിൽ വരേണ്ട ഒരു മേഖലയിൽ ഇത്രയധികം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഫണ്ടുകളെ ഇപ്പം ഈ ഒരു വർഷത്തിനുള്ളിൽ വനസംരക്ഷണത്തിന് എന്ന് പറഞ്ഞാൽ വന്യജീവിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മാത്രം 1,44,00,000 രൂപ ഈ ഡിവിഷൻ ചെലവാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ വിവരാവകാശ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് എന്തെങ്കിലും കണക്കുകൾ എന്തെങ്കിലും പുറത്തു വിട്ടിട്ടുണ്ടോ? അതിപ്പോ വിവരാവകാശ നിയമപ്രകാരം ഇവിടുന്ന് കിട്ടിയ ഒരു നിർദ്ദേശം അതിന്റെ 1,44,00,000 രൂപ ഈ സമീപ പ്രദേശങ്ങളിലുള്ള 3-ാം ഡിവിഷനിൽ പോലും മാങ്കുളം ഡിവിഷന്റെ 5 ഇരട്ടി വിസ്തൃതിയുള്ള 3-ാം ഡിവിഷനിൽ പോലും ചെലവാക്കിയതിന്റെ അപ്പുറത്തേക്കുള്ള ഫണ്ടുകളാണ് ഈ മാങ്കുളം ഡിവിഷനിൽ. മാങ്കുളം എന്ന് പറഞ്ഞത് ശരിക്കും ഒരു പ്രപ്പോസൽ റിസർവ്, അന്തിമ വിജ്ഞാപനം വന്നിട്ടില്ല. 64-ലെ വന നിയമത്തിന്റെ 4-ാം അനുച്ഛേദം അനുസരിച്ചുള്ള ഒരു സംവിധാനം മാത്രമേ മാങ്കുളത്തുള്ളൂ. അപ്പൊ അവിടെ ഇത്രയും അധികം ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു അഴിമതിക്ക് വഴിവെക്കുന്ന കാര്യങ്ങളാണ്. അഴിമതിക്കല്ല, ഞാൻ പറഞ്ഞ വനം വകുപ്പിനോടനുബന്ധിച്ചുള്ള ഒരു വലിയ അജണ്ടയുണ്ട്. ഇപ്പൊ നമ്മുടെ പല നിയമപാലകരെയും നമ്മൾ വനം വകുപ്പിനെ കുറ്റം പറയുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വനം വകുപ്പിന്റെ കാലഘട്ടപ്പെട്ട നിയമങ്ങൾ. നമ്മുടെ ജനപ്രതിനിധികൾ പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകുന്നതിന്റെ ദുരന്തമാണ് നമുക്കിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജനപ്രതിനിധികളെ നമ്മൾ നിയമിക്കുന്നത് അല്ല തെരഞ്ഞെടുക്കുന്നത് നിയമനിർമ്മാണ സഭയിലേക്കാണ്. നമുക്ക് അനുകൂലമായ നിയമങ്ങളെ കാലത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ 100-ലധികം ഭേദഗതികൾ വന്നു. ഇപ്പൊ അവസാനം പറഞ്ഞിരിക്കുന്ന UUC യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള നിയമങ്ങൾ വന്നു. അപ്പൊ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇന്ത്യയിലെ മറ്റ് സമസ്ത മേഖലകളിലും വരുമ്പോൾ ഈ വന്യജീവി മേഖലകളിൽ മാത്രം പരിഷ്കൃത രാജ്യങ്ങളിലെ അനുസരിച്ച് ജനങ്ങളും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള നിയമത്തിന്റെ ഒരു രൂപീകരണത്തിന് പോലും പ്രാഥമികമായ ഒരു നിർദ്ദേശങ്ങൾ പാർലമെന്റിൽ അല്ല നിയമനിർമ്മാണ സഭകളിൽ അത് ആ ഒരു നിയമത്തിന് ഭേദഗതി കൊണ്ടുവരാൻ പോലും നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ള ഏറ്റവും വളരെ ദുരൂഹമായ ഒരു സാഹചര്യം നമുക്ക് ഇപ്പോൾ ഈ കേരളത്തിൽ, ഞാൻ പറഞ്ഞ മാങ്കുളത്തെ മാത്രമല്ല കേരളത്തിൽ മൊത്തം, നമ്മുടെ മലയോര മേഖല, കേരളത്തിന്റെ കാർഷിക മേഖലയിലെ 1/3 വരുന്ന മലയോര മേഖല മുഴുവൻ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ആദ്യമേ തന്നെ ഒരു അനുശോചനം രേഖപ്പെടുത്തേണ്ടതായിരുന്നു. ഇന്നലെയും ഇന്നുമായി 3ഓളം സാധാരണ കർഷകരെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നമ്മുടെ കേരളത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ മേഖലകൾ മുഴുവൻ അവർക്കുള്ള ഒരു സഹായം പോലും കൃത്യമായി കൊടുക്കാൻ ഒരു സംഘർഷം ഉണ്ടായില്ലെങ്കിൽ അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ കൊടുക്കാൻ പോലും ഈ പറഞ്ഞിരിക്കുന്ന വനംവകുപ്പ് തയ്യാറാകുന്നില്ല. വളരെ വ്യക്തമാണ്. നമ്മുടെ ചർച്ചയുടെ ഒരു അവസാനത്തെ ഒരു ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത്. ജനങ്ങളുടെ കൂടുതൽ പ്രതികരണം തേടുകയാണ്. ഞാൻ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അനിൽ ആന്റണി, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം തേടുകയാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ വന്നപ്പോൾ പലരും പങ്കുവെച്ചൊരു കാര്യമുണ്ട്. ഈ മേഖലയിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഇപ്പം ടൈഗർ കേവ്, ഒപ്പം തന്നെ ഈ വാട്ടർഫാൾസ്, അവിടെയൊക്കെ കൈയടക്കിയിരിക്കുന്നത് വനം വകുപ്പാണ്. പ്രത്യേകിച്ച് നമുക്കൊരു ടൂറിസം വകുപ്പുണ്ട്, DTPC ഒക്കെ ഉണ്ട്. ഈ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഈ എൻട്രി ഫീസ്, പാർക്കിംഗ് ഫീസ് എന്നൊക്കെ പറഞ്ഞ് എമൗണ്ടുകൾ മേടിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ഓഡിറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു അഴിമതി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ ഇത്തരം വിഷയങ്ങളിൽ സംശയിക്കുന്നുണ്ടോ? എൻ്റെ പേര് അനിൽ ആന്റണി, ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഇവിടെ വനംവകുപ്പിൻ്റെ കാര്യങ്ങൾ മാങ്കുളത്തെക്കുറിച്ച് പറയുമ്പോൾ, കാരണം മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മാങ്കുളം വില്ലേജിൽ വനമില്ല അങ്ങനെ പറയാനാണ്. കാരണം അതാണ് കറക്റ്റായിട്ടുള്ളത്. കാരണം 5189 ഏക്കർ കണ്ണൻദേവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമിയിൽ ഇവിടെ വനമില്ല. അപ്പം ഈ വനമില്ലാത്തടത്ത് എങ്ങനെ വനം ഉണ്ടാക്കാം എന്നതാണ് വനം വകുപ്പിൻ്റെ ഒരിത്. അപ്പം ഇതിനകത്ത് പറയാനുള്ള പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ, പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ഞങ്ങൾ ഭരണസമിതി കയറിയിട്ട് 3.25 വർഷമായി. ഷൈനി മെമ്പർ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നതാണ്. 3-3.25 വർഷമായി. ഈ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ടൂറിസമായിട്ട് ഇവിടെ ഇപ്പം എല്ലാവരും പറഞ്ഞു, ഇവിടെയുള്ള കർഷകരെല്ലാവരും പറഞ്ഞു, കാർഷികമായിട്ട് ഞങ്ങളുടെ മേഖല തകർന്നു, ഞങ്ങൾക്ക് ഇനി ടൂറിസം ഉള്ളൂ, ഞങ്ങളുടെ പ്രകൃതി സമ്പത്തെ എങ്ങനെ വിനിയോഗിക്കാം എന്നതാണ് ഞങ്ങൾ ഇത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ടൂറിസമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ടൂറിസം പദ്ധതിക്കും ഞങ്ങളുടെ ഇതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് എതിര്. കാരണം വനനിയമം, അതായത് ഫോറസ്റ്റ് പ്രപ്പോസൽ വനനിയമം വരുന്നത് 2007-ലാണ്. 1997-98 കാലയളവിൽ ജനകീയാസൂത്രണം വരുന്ന കാലത്ത് മൂന്നാർ പഞ്ചായത്തായിരുന്നപ്പം ഞങ്ങൾക്ക് ഇവിടെ അനുവദിച്ച് കിട്ടിയതാണ്. അതായത് ഞങ്ങളുടെ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചിട്ടില്ല, അന്ന് അനുവദിച്ച് കിട്ടിയതാണ് ഞങ്ങളുടെ ഈ നക്ഷത്രക്കുത്ത് ടൂറിസം പദ്ധതി. അവിടെ
അന്ന് തൊട്ട് വർക്ക് ചെയ്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചു. ഇവിടെ ആ കാലത്തുള്ള പ്രസിഡന്റൊക്കെ ഇരിപ്പുണ്ട്. ആ 2002, 2004 കാലയളവിൽ അത് സാക്ഷാത്കരിച്ചു. PSCക്ക് വരെ ചോദ്യമുള്ളതാണ്. ആ ഒരു പദ്ധതി 2018 പ്രളയത്തിൽ നഷ്ടപ്പെട്ടു. അപ്പം അത് വീണ്ടും ഇത് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി കയറി കഴിഞ്ഞപ്പം ഇങ്ങനെ ചെയ്തു. കാര്യങ്ങൾ ഫണ്ട് അനുവദിച്ചു. 1.25 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞപ്പം അത് അവരുടെയാണെന്നാണ് പറയുന്നത്. അതായത് 622 മാങ്കുളം വില്ലേജിൽ 5189 അളന്നു കൊടുക്കാൻ, അതായത് കർഷകർക്ക് അളന്നു കൊടുക്കാൻ തിരിച്ചിട്ടിരിക്കുന്ന ഭൂമിയിലെ മിച്ചമുള്ള ഭൂമി 622, 233, 411 അങ്ങനെയാണെന്ന് തോന്നുന്നു 3 സർവേ നമ്പറിലാണ് അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അത് റിസർവ് ഫോറസ്റ്റ് ആയിട്ടാണ് വില്ലേജിൻ്റെ രജിസ്റ്ററിലുള്ളത്. അതിൻ്റെ പക്ഷേ ആ ഒരു ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് കർഷകർക്ക് പതിച്ച് നൽകാനുള്ള ഭൂമി പതിച്ച് നൽകണം. അതായത് 99 ഇവിടെ 1016 പേർക്ക് ഭൂമി പതിച്ച് നൽകി, അത് പതിച്ച് നൽകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ പറയുന്ന ഈ പ്രോപ്പർട്ടി ഇരിക്കുന്ന സ്ഥലം 622 സർവേ നമ്പറിലാണ്. അപ്പോൾ ആ സർവേ നമ്പറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സർവേ നമ്പറിൽ ഇത് മാത്രമല്ല പഞ്ചായത്തിൻ്റെ കൈവശത്തിലിരിക്കുന്നത്, അത് പഞ്ചായത്തിൻ്റെ കൈവശത്തിലിരിക്കുന്നു. അതിന് ആ ഇരിക്കുന്ന സർവേ നമ്പറിൽ ഏകദേശം 500ഓളം ഏക്കർ ഭൂമി കർഷകർക്ക് പതിച്ച് നൽകിയിട്ടുണ്ട് സർക്കാർ. ഞങ്ങളാരും കയ്യേറിയതല്ല, ഞങ്ങളുടെ ആരും കാരണന്മാർ കയ്യേറിയതല്ല, പതിച്ച് നൽകിയേക്കുന്നത്. അതായത് 99 ഭൂമി കൊടുത്തപ്പോൾ ഞങ്ങളുടെ കാരണന്മാർക്ക് 1.25 ഏക്കർ വെച്ച് കൊടുത്ത ഭൂമിയാണത്. അവിടെയുണ്ട്. അത് സെറ്റിൽമെൻറ്റ് ചെയ്ത് തരണം. അപ്പോൾ ആ സെറ്റിൽമെൻറ്റ് ചെയ്ത് തരുന്നതിൽ അതിനകത്ത് ഇവർ നിഗൂഢമായ ഒരു പണിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് 622 തുടങ്ങുന്നതിൻ്റെ സർവേ നമ്പർ പൂർത്തീകരിക്കുന്നതിൻ്റെ പട്ടയഭൂമിയുടെ താഴേന്ന്, അതായത് പാമ്പങ്കയം പാലത്തിൻ്റെ തൊട്ട് മേളിൽ നിന്ന് മാങ്കുളത്തേക്കുള്ള പുഴ സർവേ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് വിരിവാറയിലേക്ക് സർവേ ചെയ്തിട്ടില്ല. അത് ഇവർ പറയുന്ന റിസർവ് ഫോറസ്റ്റ് ആണെന്ന്. അതായത് ഇപ്പം ഈ പറഞ്ഞ വനം വകുപ്പിൻ്റെ കയ്യിലിരിക്കുന്ന ടൈഗർ കേവ് ഉൾപ്പെടെയുള്ള സാധനം അതെല്ലാം പുഴപ്പുറമ്പോക്കും റോഡ് പുറമ്പോക്കിലുമാണ് ഇരിക്കുന്നത്. മാങ്കുളത്ത് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ദിവസം സബ് കളക്ടറുടെ ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരു കാര്യം, മാങ്കുളത്ത് എൻക്രോച്ച് ഉണ്ട്. എൻക്രോച്ച് നടത്തിയത് ആരാ? ഇവിടുത്തെ സാധാരണക്കാരനല്ല, ഫോറസ്റ്റാണ് ഇവിടെ എൻക്രോച്ച് നടത്തിയുള്ളൂ. ഇവിടെ ഒരു സാധാരണക്കാരനും എൻക്രോച്ച് നടത്തില്ല. ഇവിടുത്തെ സാധാരണക്കാരനെ കുടിയിരുത്തി അല്ലെങ്കിൽ ഇവിടെ മറ്റ് ഫലവൃക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പട്ടയ അല്ലെങ്കിൽ സ്ഥലം വിതരണം ചെയ്ത് നൽകിയേക്കുന്ന അങ്ങനെയുള്ള സ്ഥലമാണ്. സർക്കാർ വളരെ വിരുദ്ധമായ നിലപാടെടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ചർച്ച നടന്നു. പക്ഷേ സർക്കാരാണ് 1980-ലും 99-ലും ഒക്കെ ഭൂമി വിതരണം ചെയ്തത്. പക്ഷേ ഇതിനകത്തൊക്കെ ഉള്ളൊരു സത്യസന്ധമായിട്ടൊരു അവസ്ഥ എന്ന് പറയുന്നത് ഫോറസ്റ്റ് അന്യായമായിട്ടുള്ള കൈകടത്തൽ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവർ ഈ ഓഡിറ്റിന് വിധേയമാക്കേണ്ടാത്ത ഫണ്ടുകൾ വനത്തിൽ വിനിയോഗിക്കുന്നതിലുള്ള അപാകത എന്ന് പറഞ്ഞാൽ അവിടെ യഥേഷ്ടം വന്യജീവികൾക്ക് കുടിക്കാനും തിന്നാനും ഒക്കെയുള്ള ആഹാരങ്ങൾ വനത്തിലുണ്ട്. പക്ഷേ ഇവർ ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി വനത്തിലുള്ള അടിക്കാടുകളെല്ലാം വെട്ടിക്കളയുകയും അവരുടെ അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ കുഴികൾ, അത് ടാങ്ക് പോലെയൊക്കെ ഉള്ളത്, അതൊക്കെ അശാസ്ത്രീയമായിട്ടുള്ളതാണ്. അവർക്ക് ശരിക്കും വെള്ളം തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇവർ ചെറിയ ചിറയൊക്കെ കെട്ടിക്കൊണ്ട് അതിനെ വെള്ളം കെട്ടി നിൽക്കില്ലാത്ത പരുവത്തിലാക്കുവാണ്. അപ്പോൾ ഈ അടിക്കാട് വെട്ടുന്നത് മൂലവും ഇതുപോലെയുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം വെള്ളം നിൽക്കാതെയൊക്കെ വരുമ്പോൾ വന്യമൃഗങ്ങൾ പുറത്തോട്ട് ഇറങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ജനദ്രോഹ നയങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ടൂറിസം മേഖല ഒക്കെ ഇവരുടെ കൈകളിലാക്കുകയാണെങ്കിൽ, അതായത് ഈ 2007 വനവിജ്ഞാപനത്തിൻ്റെ ഇതിൽ ഒരു സെറ്റിൽമെൻറ്റ് ഓഫീസറായിട്ട് സബ് കളക്ടറെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സർവേ നടപടികൾ നടന്നു വരികയാണ്. ആ സർവേ നടന്നു കഴിയുമ്പോൾ ഫോറസ്റ്റും റവന്യൂവും തമ്മിലുള്ള അതിരുകൾ വേർതിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ഇവർക്ക് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവർ അധീനതയിലാക്കുക എന്നുള്ളത് ഒരു അജണ്ട തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ വനവൽക്കരണത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ ഇവിടുന്ന് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഞാൻ എൻ്റെ ഒരു ചോദ്യം, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇപ്പൊ റവന്യൂ വകുപ്പ്, അതിൻ്റെ അകത്ത് വനം വകുപ്പുണ്ട്, ടൂറിസം വകുപ്പുണ്ട്. അപ്പോൾ ഈ 3 വകുപ്പുകൾ അവരുടെ ഇടയിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഇപ്പം വനവകുപ്പ് റവന്യൂ ഭൂമി കയ്യേറി എന്ന് പറയുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾ ആത്യന്തികമായിട്ട് ബാധിക്കുന്ന സാധാരണ ജനങ്ങളെയാണ്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മന്ത്രിതലത്തിൽ അല്ലെങ്കിൽ ഒരു സെക്രട്ടറി തലത്തിലൊക്കെയുള്ളൊരു ചർച്ച, കൂടിയ ആലോചനകൾ, അത് എന്തുകൊണ്ട് സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല? അതിലേക്ക് കൂടി കുറെ കൂടി ഭരണ നേതൃത്വം ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതല്ലേ? കാരണം അത് ഏറ്റവും ആത്യന്തികമായിട്ട് ബാധിക്കുന്ന സാധാരണ ജനങ്ങളെ ആയതുകൊണ്ട് തന്നെ.
അതാണ് ആദ്യം പറഞ്ഞു വന്നത്. ഈ 2007 വനവിജ്ഞാപനത്തിൻ്റെ പേരും പറഞ്ഞാണ് ഈ ഫോറസ്റ്റുകാർ ഈ വിഷയം ഉണ്ടാക്കുന്നത്. അത് ഈ സെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർവേ ഉദ്യോഗസ്ഥരെ അടക്കം നിയമിച്ചതുമാണ്. പക്ഷേ ഫോറസ്റ്റുകാർ പല പല കാരണങ്ങൾ പറഞ്ഞ് ഈ സെറ്റിൽമെൻറ്റ് നടപടിയെ പൂർത്തീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ ഓടിച്ചുവിടുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ഇത് സെറ്റിൽമെൻറ്റ് പല നടപടികൾ ഇങ്ങനെ സർവേ പല സ്ഥലത്തും ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം അവിടെ ഉണ്ടാക്കി, ഒന്നുമല്ലെങ്കിൽ അവർ ഈ ജനങ്ങൾ താമസിക്കുന്നിടത്ത് അല്ലെങ്കിൽ കൃഷി ദേഹണ്ണം ഉള്ള സ്ഥലത്ത് ചെന്നേച്ച് അവരെ കൊണ്ടൊരു വിഷയം ഉണ്ടാക്കിച്ചിട്ട് ഈ സർവേ നടപടികൾ നിർത്തിവെച്ച് പോയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് ജോഫിൻ ജിൽസൺ. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം നമ്മുടെ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലം ഇപ്പം വികസനത്തിന്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകളായാലും ഇപ്പം മറ്റ് രാജ്യത്തു നിന്ന് തന്നെ മാങ്കുളത്തേക്ക് വന്ന് ഇവിടെ ആനക്കുളം കാണാനൊക്കെ എത്തുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഇപ്പം ഫോറസ്റ്റിന്റെ കയ്യിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഫണ്ടെല്ലാം അവർക്ക് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ മാങ്കുളത്തെ മിക്ക ആളുകളും കുടിയേറ്റ കർഷകരാണ്. അപ്പം ഈ മാങ്കുളത്ത് പഠിക്കുന്ന മിക്ക വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളും കർഷകർ തന്നെയാണ്. അപ്പൊ വിദ്യാർത്ഥികളുടെ പഠനത്തിൽ പങ്കുവഹിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ കാർഷിക വിഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ കാടിറങ്ങി വരുന്ന ഈ വന്യമൃഗങ്ങൾ ഇന്ന് നമ്മുടെ മാങ്കുളത്ത് ഒരു കുഞ്ഞ് നടുന്ന ഒരു സാധനം പോലും നമുക്ക് ലഭ്യമാകുന്നില്ല. അതിലൂടെ നമ്മുടെ ആദായം നല്ല രീതിയിൽ കുറയുകയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നന്നായിട്ട് അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് റോസ്മരിയൻ. ഞാനും ഇവിടെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്കൊക്കെ വീട്ടിൽ പറമ്പിൽ നിന്ന് കപ്പയൊക്കെ നട്ട് തിന്നാൻ ആഗ്രഹമുള്ളതാണ്, കൊതിയുണ്ട്. പക്ഷെ വന്യമൃഗങ്ങൾ സമ്മതിക്കുന്നില്ല. പന്നിയൊക്കെ വന്ന് ഞങ്ങളുടെ പാരമ്പര്യത്തിലാണെങ്കിൽ കപ്പയൊക്കെ നട്ട് ഞങ്ങൾ സ്വന്തമായി നട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ പന്നിയൊക്കെ വന്നിട്ട് ഞങ്ങൾ കപ്പയ് അതുപോലെ തന്നെ ഞങ്ങൾ ഇഞ്ചി കപ്പ കഴിഞ്ഞപ്പോൾ ഇഞ്ചി കാച്ചിൽ അതൊക്കെ നട്ടിട്ടും എല്ലാം പന്നി അതുപോലെ വന്യമൃഗങ്ങൾ മുഴുവൻ കൊണ്ടുപോവാണ്. അപ്പോൾ ഞാനും എൻ്റെ പപ്പയുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ കൂട്ടത്തിലൊക്കെ ഞങ്ങളും കൃഷിയിൽ അവർ സഹായിക്കുന്നതാണ്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ തന്നെ നട്ടതാണ്. അപ്പം അതിനെ പരിപാലിക്കുന്നതിൽ ഞങ്ങൾക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ പക്ഷേ പിറ്റേ ദിവസം വരുമ്പോൾ പന്നി അത് കുത്തിക്കളഞ്ഞു. അപ്പം ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവത്തില്ലേ? സോ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടുപഠിച്ചവരാണ് ഞങ്ങൾ. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞാണ് വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നതോടുകൂടി ഇപ്പം വിലയിടിയുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കാർഷിക മേഖല തന്നെ അവിടെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. പഠനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിരിപാറയെന്നൊക്കെ വരുന്നവരുണ്ട്. അവർക്ക് പേടിയാണ്, വണ്ടിയുടെ മുമ്പിൽ ആന വരുമോ, അവർക്ക് പേടിയാണ്. ഈ ഇടയ്ക്കൊക്കെ കല്ലാർ വാലിക്ക് സമീപമൊക്കെ ആന ഇറങ്ങിയെന്ന് കേട്ടു. അപ്പോൾ അവർക്ക് എങ്ങനെ വിശ്വസ്തർ സ്കൂളിലേക്ക് വരാൻ പറ്റും? അവർക്ക് എങ്ങനെ സുരക്ഷിതമായിട്ട് സ്കൂളിലെത്താൻ പറ്റും? അവരുടെ ഭാവി എങ്ങനെയായിരിക്കും? അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് റോയി. ഞങ്ങൾ 1969 കാലഘട്ടങ്ങളിൽ പാലായിൽ നിന്ന് എൻ്റെ പിതാവ് ഇവിടെ വരികയും എനിക്ക് ഏതാണ്ട് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാനും ഈ മാങ്കുളത്ത് വന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്കാർക്കും അന്നില്ലാത്ത ഒരു ഭയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗത്തോടല്ല, ഇവിടെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടാണ്. ഞങ്ങൾ വന്നിരുന്നൊരു കാലഘട്ടത്തിൽ ചെറുപ്പം മുതൽ ഫോറസ്റ്റുകാരും അവരൊക്കെ ഞങ്ങൾ വളരെ സൗഹൃദപരമായി ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ അവർ വേറെ ഏതൊക്കെയോ ഒരു രാഷ്ട്രത്തിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ മറ്റേതോ ഒരു സ്ഥലത്തു നിന്ന് ഇവിടെ വന്ന് ഞങ്ങളെ അധിനിവേശമൊക്കെ ഏറ്റെടുത്ത് അവരിവിടെ സ്ഥിരതാമസം ഉറപ്പിക്കുക അല്ലെങ്കിൽ ഞങ്ങളിൽ വളരെയധികം വിഷയങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് നമുക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ കണ്ടിട്ടുണ്ട് അവരുടെ ഉമ്മാക്കിക്കളിയൊന്നും ഈ നാട്ടിൽ വേണ്ട. കാരണം 4 DFOമാരും 5 DFOമാരും അതുപോലെയുള്ള റേഞ്ച് ഓഫീസർമാരും ഇതിലെ വിഹരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ്. മാങ്കുളംകാരുടെ മുതുകത്ത് കുതിര കയറാൻ തുടങ്ങിയപ്പോൾ ചുട്ട അടി മേടിച്ചു. ആ അടി ഇനിയും ഞങ്ങളുടെ തലമുറയിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് വേണ്ട ഭരണകർത്താക്കൾ വേണ്ട ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാമെന്ന് തന്നെയാണ് കർഷകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ഈ കാട്ടുമൃഗങ്ങളെല്ലാം ഇവിടെ സൗഹൃദം തന്നെയാണ്. അവരാണ് ഇവിടെ വിഷയം ഉണ്ടാക്കുന്നത്. ആനക്കുളത്ത് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗഹൃദപരമായി ആനയെ കാണാവുന്ന ആനകൾ വളരെ സൗഹൃദപരമായ രീതിയിൽ ജനങ്ങളോട് ഇണങ്ങിച്ചേരുന്ന ഒരു പ്രദേശമാണ്. അവിടെ ആനകളെ ഒരു പ്രകോപനം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന DFOയും അതുപോലുള്ള മറ്റുദ്യോഗസ്ഥരും അവിടെ പ്രകോപനം ഉണ്ടാക്കി അവിടെ ഈ ആനകളെ വീണ്ടും ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ള ലോകത്തിലേക്ക് ഒരു ചിന്ത കൊടുത്തുകൊണ്ട് ഇവിടെ ടൂറിസം ഒക്കെ നിരോധിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഹിഡൻ അജണ്ട. അപ്പോൾ ഈ അജണ്ടകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുമായിട്ട് സൗഹൃദപ്പെടാൻ അവരുടെ മുന്നിൽ അപേക്ഷിക്കുക എന്നുള്ളതൊന്നുമില്ല, പ്രതികരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ബിബിൻ ജോസഫ്. ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും 8ാം വാർഡ് മെമ്പറുമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നപ്പോൾ 2 ഗുരുക്കന്മാർ, ഒന്ന് ജ്യോതി ടീച്ചറും ഒന്ന് സാനി സാറും ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനിവിടെ എൻ്റെ കാരണവന്മാർ
1973 പാലായിൽ നിന്നും കുടിയേറിയ കർഷകരാണ്. ഞാൻ 1988 ജനിച്ച് ഇവിടെ പഠിച്ചു വളർന്നൊരു വ്യക്തിയും കൂടിയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനധികൃതമായ നിലപാടുകൾ കാരണം എൻ്റെ വാർഡിലെ 8ാം വാർഡിൽ പാമ്പുങ്കയം 800 എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ 1980-നും 2000-നും ഇടയിൽ ഇല്ലാത്ത ആനമൃഗശല്യവും അതോടൊപ്പം കാട്ടുപോത്തിൻ്റെ ശല്യവും വളരെ രൂക്ഷമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം DFO ഓഫീസിൽ കയറുകയും 45ഓളം ആളുകൾ താമസിച്ചിരുന്ന മേഖലയിൽ ഇന്ന് ഒരു കർഷകൻ പോലും അവിടെ താമസിക്കുന്നില്ല. അവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും പോവുകയും വീടുകൾ വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. ഞാൻ മെമ്പറാകുന്നത് 2020-ലാണ്. ഞാൻ മെമ്പർ ആയി അതിന് ശേഷം എൻ്റെ വാർഡിൽ നിന്നും പോയത് 18 കുടുംബങ്ങളാണ്. 18 കുടുംബങ്ങളിൽ നിന്നും 47 ആൾക്കാരാണ് എൻ്റെ വാർഡിൽ നിന്നും മാത്രം പോയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വികാരിയച്ഛനും മെമ്പർമാരൊക്കെ പറഞ്ഞ പോലെ തന്നെ പഞ്ചായത്ത് നടത്തുന്ന പദ്ധതികളിൽ ഇപ്പം സിൽക്ക് എന്ന് പറഞ്ഞ മാങ്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അവിടെ ഞങ്ങൾ 1,75 ലക്ഷം രൂപയുടെ പദ്ധതികൾ വെച്ച് EMC എന്ന എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ തിരുവനന്തപുരത്തിന് ഞങ്ങൾ എഗ്രിമെൻ്റ് വെച്ച് പദ്ധതിയുടെ പണികൾ ആരംഭിച്ചു. അതായത് പാമ്പുങ്കയം പാലത്തിൻ്റെ അവിടെ മുതൽ സിൽക്കിൻ്റെ അങ്ങോട്ടുള്ള റോഡിൻ്റെ കോൺക്രീറ്റ് വഴികൾ ഏറെക്കുറെ പൂർത്തിയായി. അവർ പുതിയ 2 ജണ്ട അവിടെ കൊണ്ടിട്ടു. എന്നിട്ട് പറയുന്നു ഇപ്പോൾ സെറ്റിൽമെൻറ്റ് സബ് കളക്ടറിനാണ് എൻ്റെ ഉത്തരവ്. സെറ്റിൽമെൻറ്റ് നടപടികൾ റവന്യൂവും ഫോറസ്റ്റുമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6ാം വാർഡിൻ്റെ കമ്പനിക്കുടി ഭാഗം അളന്നു വന്ന സമയം ഈ MHIP ഇരിക്കുന്ന സ്ഥലം എത്തിയപ്പോഴത്തേക്കും വിരിവാറ DFO സുഭാഷ് പറയുന്നു, ഇനി ഇവിടെ അളക്കണ്ട, നേരെ ആനക്കുളം പോകാമെന്ന് പറയുന്നു. അവിടുന്ന് നേരെ അളവ് നിർത്തി നേരെ ആനക്കുളം പോകുന്നു. പ്രശ്നമായുള്ള മേഖലകളിൽ ഇവിടെ സെറ്റിൽമെൻറ്റ് നടപടികൾ നടത്തുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരെ സബ് കളക്ടറിൻ്റെ ഓഫീസിൽ ചെന്നു. കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ഞങ്ങൾ പുതിയ സബ് കളക്ടറാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം പറഞ്ഞു ഇതിൻ്റെ കസ്റ്റോഡിയൻ ഞാനാണ്, അപ്പം ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളോടല്ല പറയുന്നത്, റവന്യൂ അളക്കാൻ വന്ന ആൾക്കാരോടാണ് പറയുന്നത്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവേ നടപടികൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ മേഖലകളിലുള്ള സർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റുമായി പ്രശ്നം ആകുന്നത് ഞങ്ങൾ 3 മെമ്പർമാരാണ്. ഞാനുണ്ട്, അനിൽ മെമ്പറുണ്ട്. പഞ്ചായത്തിൻ്റെ പവലിയൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി. അവിടെ 3 കുടുംബശ്രീ ആൾക്കാർ ടിക്കറ്റ് കൗണ്ടറിൽ ഇരുന്ന് ടിക്കറ്റ് വിൽക്കുകയായിരുന്നു. ആലുവ മൂന്നാർ രാജപാത അതിൻ്റെ സർവേക്ക് പോയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പവലിയനിൽ ചെന്ന് വിഷയം ഉണ്ടാക്കുകയായിരുന്നു. ആ സമയങ്ങളിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നതും ഈ വിഷയങ്ങളിൽ എന്താണ് കാരണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നമ്മുടെ മച്ചിപ്ലാവ് ഡിവിഷൻ്റെ കീഴിലുള്ള സ്ഥലത്താണ് വിരിവാറ DFO വരികയും അവിടെയുള്ള DFO കുട്ടമ്പുഴ DFO ആണ് റേഞ്ച് ഓഫീസർ. അവരോട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു 3 DFOമാരുടെ പരാതിയിന്മേലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്, കേസെടുക്കാൻ വന്നിരിക്കുന്നതാണെന്നും പറഞ്ഞ് അവർ റിബണൊക്കെ വലിച്ചു കെട്ടി വരുന്ന ഗസ്റ്റുകളെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ടൂറിസം ഫീൽഡിൽ മാങ്കുളം ഇപ്പം മൂന്നാറിനോടൊത്ത് കടപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. കാരണം നമുക്കറിയാം, ഇപ്പം തന്നെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ വണ്ടികളുടെ തിരക്ക് കൂടുതലാണ്, വഴികൾ നന്നായതിൻ്റെ പേരിൽ. സൗന്ദര്യമേറിയ മാങ്കുളം കാണാൻ ഒത്തിരി ഫോറിനേഴ്സ് തൊട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ സമരമുഖത്ത് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു കർഷക കുടുംബത്തിൽ ജനിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇനിയും ഈ സുഭാഷ് എന്ന അത് ഞാൻ പറയുന്നില്ല, ലിമിറ്റുമായി പോയി ബാക്കി ഞാൻ പറയുന്നില്ല, സുഭാഷിനെ പോലെയുള്ള DFOമാരെ മാങ്കുളത്തേക്ക് ദയവ് ഇടാതിരിക്കാനുള്ള സംവിധാനങ്ങളും അതോടൊപ്പം രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നേതാക്കന്മാരോട് പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഇനിയും ഈ വരുന്ന സമരത്തിനോടൊപ്പം അച്ഛനോടൊപ്പം, ഞങ്ങൾ അച്ഛാന്നല്ല വിളിക്കുന്ന ഞങ്ങളുടെ ചാച്ചനാണ്, ചാച്ചൻ്റെ ഒപ്പം എല്ലാവിധ പ്രവർത്തികൾക്കും ഞങ്ങൾ ഒപ്പം ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രത്യേകിച്ച് മാങ്കുളം ജനത വലിയൊരു സന്ദേശം തന്നെയാണ് ലോകത്തിന് നൽകുന്നത്. കാരണം അവർക്കൊരു ജനകീയ പ്രശ്നം ഉണ്ടായപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ അവർ ഒരുമിച്ച് നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. നമ്മൾ ഈ ചർച്ചയുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മാങ്കുളം ജനത മുഴുവൻ സമരമുഖത്താണ്, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ദിവസം കഴിയുന്തോറും ഈ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഇമീഡിയറ്റ് സൊല്യൂഷൻ, നമുക്ക് ലോങ് ടൈം സൊല്യൂഷൻ നിയമ ഭേദഗതിയൊക്കെ ഉണ്ട്, പക്ഷേ അത് പാർലമെന്റിലും ഒക്കെ അവതരിപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്തൊക്കെയാണ്, അത് എങ്ങനെ മാങ്കുളം ജനതയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കും? രാജപാതയും മലയോര ഹൈവേയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ സർക്കാർ നിയോഗിക്കുന്ന വക്കീലന്മാർ അവർ സത്യസന്ധമായി ഉള്ള കാര്യങ്ങൾ
മാങ്കുളം ജനതയെ ഓർത്ത് പറഞ്ഞാൽ മാത്രം മതി. ഇത് പിടിയാണ് ബഹുമാനപ്പെട്ട കോടതി ഇത് അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് തീരാനുള്ള സാധനം മാത്രമേ ഉള്ളൂ. അത്രയും ചെയ്യുന്ന വഴിയുടെ പ്രശ്നം മാറും. ജോയിൻറ്റ് വെരിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ പറമ്പിലേക്ക് ആർക്കും കയറാൻ പറ്റില്ല. അങ്ങനെ കയറാനായുള്ള പരിശ്രമങ്ങളുണ്ടാകുമ്പം അതിനെ ജനങ്ങൾ ചേർത്ത് വയ്ക്കും. നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജീവിക്കാനായിട്ട് തടസ്സം നേരിടുക എന്ന് പറഞ്ഞത് ജീവനെ സ്വയം സംരക്ഷിക്കാൻ എല്ലാ വ്യക്തികൾക്കും അവകാശമുണ്ട്. പിന്നെ എല്ലാ നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്, സാമുദായിക നേതാക്കന്മാരുണ്ട്. നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ സുഖകരമാകണം, അവൻ മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൗലോസ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് യു നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അത് ഗോഡ് ഈസ് ഇൻഡ്വെല്ലിങ് ഇൻ ഹ്യൂമൻ ബീയിങ്. അതാണ് അവൻ്റെ അന്തസ്സ്. ദൈവം അവനിൽ വസിക്കുന്നു. അവൻ്റെ വിശ്വാസം ഏത് രീതിയാകട്ടെ, ദൈവം അവനെ കുടികൊള്ളുന്നു. അപ്പോൾ ദൈവം വസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അവൻ അന്തസ്സായിട്ട് നല്ല വീട്ടിൽ താമസിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും നല്ല ആടയാഭരണങ്ങൾ അണിയാനും നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യാനും എല്ലാം ഉള്ള സൗകര്യം ഉണ്ടാകും. അത് കുറേ ആളുകളുടെ മാത്രം അവകാശമല്ല, ടൗണിൽ ജീവിക്കുന്നവരുടെ മാത്രം അവകാശമല്ല, അല്ലെങ്കിൽ പരിസ്ഥിതിവാദികളുടെ മാത്രം അവകാശമല്ല. ഇപ്പം കോടതി, ബഹുമാനപ്പെട്ട കോടതി തന്നെ 2 പേരെ അമിക്കസ് ക്യൂറിമാരായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഒന്ന് ഹരീഷ് വാസുദേവൻ എന്നുള്ള ഒരു വക്കീൽ. അത് എന്നും ചാനലിൽ പരിസ്ഥിതിക്ക് വേണ്ടി മാത്രം ബാധിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മുമ്പത്തെ നമ്മുടെ ഒരു മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട മുൻ മന്ത്രി മീനാക്ഷി തമ്പാൻ്റെ മകൻ രഞ്ജിത്ത് തമ്പാൻ, ഇവർ 2 പേരും പരിസ്ഥിതിവാദികളാണെന്ന് ആളുകൾ പറയുന്നത്. ഞാൻ അവരോട് പോയി ചോദിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആളുകൾ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു കാര്യം വെക്കുമ്പോൾ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളെ ഇത് പരിശോധിക്കാനായിട്ട് വെക്കാനായിട്ട് ബാധ്യതയുണ്ട്. ഒരു സൈഡിൽ അഭിപ്രായമുള്ളവരാണെങ്കിൽ, ഇപ്പം ഞാനൊരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നതാണെങ്കിൽ എന്നെ അതിൻ്റെ അകത്ത് വെക്കാൻ പാടില്ല. ഞാൻ തന്നെ പറയുക എനിക്ക് അതിൻ്റെ അകത്ത് വെക്കാൻ പാടില്ല. എന്നെ ഞാൻ ഇരുന്ന ഒരു പള്ളിയിൽ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി എന്നെ നിയോഗിച്ച് രൂപതയെന്ന് നിയോഗിക്കാനായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകാൻ, കാരണം ഞാൻ ആ പള്ളിയിൽ ഇരുന്ന വേറെ ആളുകളെ നിങ്ങൾ വെച്ചു. അതാണ് ഒരു ആളുടെ ഒരു മാന്യത അനുസരിച്ച് ചെയ്യേണ്ട കാര്യം. നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിക്കുക. മനുഷ്യന് ജീവിക്കാനുള്ള അവൻ്റെ ഒന്നാമത്തെ അവകാശമാണ്. വായു, ജലം, വീട്, വസ്ത്രം ഇതെല്ലാം അവൻ്റെ അവകാശമാണ്. ജീവിക്കാനുള്ളതും അവൻ്റെ അവകാശമാണ്. അവൻ ജനിച്ചതാണെങ്കിൽ ദൈവം നിശ്ചയിക്കുന്നിടത്തോളം, ദൈവം കാണുന്നിടത്തോളം സമയം ജീവിച്ച് തന്നെ വേണം അവൻ മരിക്കാൻ. അതിനുള്ള അവകാശം അവന് അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കാര്യം. ആ അവകാശം നിഷേധിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ ആളുകളും, ഏത് പ്രത്യയശാസ്ത്രമാണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും ഏത് സാഹചര്യത്തിലുള്ളവരാണെങ്കിലും സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം സത്യമാണ്. അത് അനുവദിച്ച് കൊടുക്കാതിരിക്കുമ്പം അനുവദിക്കാത്തവർ അതിൻ്റെ പരിണിത ഫലം ഇൻ കോഴ്സ് ഓഫ് ടൈം അല്ലെങ്കിൽ ഇൻ ഡ്യൂ ടൈം എന്ന് ബിബ്ലിക്കലായിട്ട് പറയാം, അത് അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ചർച്ചയുടെ ലാസ്റ്റത്തെ ഒരു 7 മിനിറ്റ് നമുക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രതിനിധി ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മാങ്കുളം മേഖല ഇപ്പോൾ കാർഷിക മേഖല തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ കുറെ കൂടി ഈ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം വെല്ലുവിളികളാണ്, ആ വെല്ലുവിളികൾ ഓവർകം ചെയ്യാൻ എന്തെല്ലാം സൊല്യൂഷൻസ് ആണ്? വളരെ പെട്ടെന്ന്. എൻ്റെ പേര് അലക്സ് എന്നാണ്. ഇവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അച്ഛൻ അവര് കാർന്നവന്മാരായിട്ട് ആദിമകാലത്ത് കുടിയേറിയ ഒരു കുടുംബമായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്തെ ഒരു നല്ല സുഗമമായ ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഫോറസ്റ്റോ അല്ല എവിടെയുള്ള മനുഷ്യരോ അങ്ങോട്ടോ ഇങ്ങോട്ടോ യാതൊരു പ്രശ്നങ്ങളുമില്ല. നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊന്ന് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് കളയാം. അങ്ങനെ അന്ന് കൊറോണയുടെ സീസണിലാണ് തിരിച്ചു വരുന്നത്. അവിടെ നമ്മളെ കയറ്റി വിടുവായത്, അല്ല തിരിച്ചു വന്നാലേ കയറ്റി വിടുവായത്. അങ്ങനെ നമുക്ക് എന്നാൽ കുറച്ച് കൃഷി ചെയ്താൽ കുറച്ച് ഏലമൊക്കെ ഞാൻ വെച്ചു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കുറച്ച് കുരങ്ങും ആനയായിട്ട് അതെല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ പണിയെല്ലാം ചെയ്ത് നമ്മളെ അതിനകത്ത് ആദ്യം തന്നെ ഫോറസ്റ്റുകാരല്ല ഈ കുരങ്ങും ആനയായിട്ടാണ് ആദ്യമായിട്ട് തന്നെ ഈ മാങ്കുളത്ത് കൃഷി ചെയ്തതിൽ ഇറക്കി വിടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ല, ജീവിക്കണമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയൊരു വണ്ടിയൊക്കെ CC ഒക്കെ ഇട്ട് എടുത്ത് എന്നാൽ ടൂറിസമായിട്ട് പോയി കളയാം എന്നുള്ള രീതിയിൽ നമ്മളൊരു വണ്ടിയൊക്കെ എടുത്ത് ഓഫ് റോഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഈ പറയുന്ന ഈ ഫോറസ്റ്റുകാർ നമ്മളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതായത് ഞങ്ങൾ ഭയങ്കരമായിട്ട് കാടിനുള്ളിൽ മാലിന്യം നിക്ഷേപിക്കുന്നു, അതിൽ പോകാൻ പാടില്ല. ഈ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററുള്ള റോഡുകളിൽ കൂടെ മാത്രമാണ് ഞങ്ങൾ പോകുന്നത്. വേറൊരു റോഡിൽ കൂടെ നമ്മൾ എക്സ്ട്രാ റോഡ് വെട്ടിയൊന്നും നമ്മൾ പോകാറില്ല. ഈ പഞ്ചായത്തിന് ആസ്തി രജിസ്റ്ററുള്ള റോഡിൽ കൂടെ തന്നെയാണ് അവർ കോൺക്രീറ്റ് ചെയ്തതും അതിനകത്ത് കലുങ്കുകളും എല്ലാം നിർമ്മിച്ചതാണ്. പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ആ റോഡ്. പിന്നെ ഒരു റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുറത്തിക്കുടിയിൽ നിന്ന് കുറച്ച് ആളുകളെ നമ്മുടെ കോഴികളക്കുടിയിലേക്ക് മാറ്റി താമസിച്ചപ്പം അവരുടെ കുടുംബക്കാർക്ക് വന്നു പോകാൻ വേണ്ടിയിട്ട് ആദ്യമകാലത്ത് വെട്ടിയ റോഡുണ്ട്. ആ റോഡുകളിലും ഈ 2 റോഡിൽ കൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ഇവർ പൂർണ്ണമായിട്ട് ഇവരടച്ച് ഇവരുടെ അധീനതയിലാക്കി. അവർ ട്രെഞ്ച് വെട്ടണു, അവർ ചെക്ക് പോസ്റ്റ് ഇടുന്നു, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മളെ കൊണ്ട് അവിടെ ഇറങ്ങാൻ സമ്മതിക്കണില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ വണ്ടി അകത്താക്കുമെന്നാണ് അത് കർശനമായിട്ട് അവർ പറയുകയാണ്. ജീവിക്കാൻ സമ്മതിക്കണില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ മാങ്കളംകാരാണ്, മാങ്കളം ജനതയാണ്, ഞങ്ങൾ അത്ര പൊട്ടന്മാരല്ല. ഇതിന്റെ അവസാനം വരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ മരണം വരെ ഇവിടെ നിൽക്കും. ഞങ്ങൾ പോരാടുക തന്നെയും. അതിപ്പോ ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണ ഒരു പ്രശ്നമില്ല. ഈ മൃഗത്തിന്റെ എണ്ണം കൂടിയാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകും. വനത്തിലെ തേക്ക്, മാഞ്ചിയം, ഈട്ടി, മറ്റേ അക്കേഷ്യ എല്ലാം വെക്കുന്നു. ഫലവൃക്ഷങ്ങളൊന്നും അവർ വെക്കുന്നില്ല. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എന്നോട് തന്നെ ഇവിടെ പറഞ്ഞത് മൃഗങ്ങൾ പറമ്പിലേക്ക് വരുന്ന അതിന് തീറ്റയുള്ളതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം വനത്തിൽ തീറ്റയില്ല. വനത്തിൽ തീറ്റ ഇല്ലാതാക്കിയത് ആരാണ്? വനം വകുപ്പ് തന്നെയാണ്. അവിടെ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇതിന് എണ്ണം കുറയ്ക്കണം. എണ്ണം കുറയ്ക്കാനുള്ള മാർഗ്ഗം അവരെ കണ്ടുപിടിക്കണം. അവർ നമ്മളെക്കാളും എല്ലാം ബുദ്ധിമാന്മാരായതുകൊണ്ട് അതിനുള്ള വഴി അവർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് അത് മൃഗങ്ങൾക്കും അവർക്ക് 2 എന്നുള്ള നിയമം ഉണ്ടാക്കണം. മൃഗാസൂത്രണം. എൻ്റെ പേര് എസ്ത്ര എൽസ ബാബു എന്നാണ്. ഞാൻ മാങ്കളത്ത് വിരിഞ്ഞപാറ എന്നൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര മൃഗം കൊണ്ടുള്ള ഭയങ്കര ശല്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. അവിടെ എന്നും കാട്ടുപോത്ത് അല്ലെങ്കിൽ പന്നി ഇത് കൊണ്ട് ഭയങ്കര ശല്യമാണ്. ആന ഈ 2024 തുടങ്ങിയ പിന്നെ ആന ഭയങ്കരമായിട്ട് ഇറങ്ങുന്നുണ്ട്. പുലി, കുരങ്ങെന്ന് പറഞ്ഞാൽ ചക്ക ഒരു കാര്യം അവിടെ നട്ടാൽ അവിടെ നിർത്തത്തില്ല. എല്ലാം തന്നെ ഈ കുരങ്ങ് എല്ലാം വന്ന് നശിപ്പിക്കുകയാണ്. അപ്പൊ ഇതിനു വേണ്ടി ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാൻ. പറയാത്തവർക്ക് വളരെ പെട്ടെന്ന് 1-2 പേർ കൂടി അവസരമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു കർഷകനുമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ട്. അത് അടയ്ക്കാനായിട്ട് നിവൃത്തിയില്ല. അദ്ദേഹം ബാങ്കുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമി എടുത്തോളൂ, എനിക്കിത് വേണ്ട. നിങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ എടുത്തതിന് ശേഷം മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ വളരെ ഗതികേടിലാണ് എന്ന് അദ്ദേഹം ബാങ്കുകാരോട് പറഞ്ഞു എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ മാങ്കുളത്തിന്റെ ഉൾപ്രദേശങ്ങളിലുള്ള ആളുകൾ ഈ ബാങ്കിൽ നിന്ന് എടുക്കുന്ന പണം പോലും തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അതുപോലെ ഞാനൊരു അധ്യാപികയാണ്. കഴിഞ്ഞ വർഷം എനിക്കുണ്ടായ ഒരു അനുഭവം, എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി യുടെ ഫാദർ ആനയെ ഓടിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പടക്കം പൊടിച്ച് അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കേറ്റു. ഏകദേശം ഒരു 6 മാസക്കാലം അദ്ദേഹത്തിന് ജോലിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അവരുടെ സാമ്പത്തികമായിട്ട് അവരുടെ കുടുംബം വളരെയേറെ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് കുട്ടി കടന്നുപോയത്. അവരുടെ വിദ്യാഭ്യാസ മേഖല, ആ കുട്ടിയുടെ ചേച്ചി കോളേജ് വിദ്യാർത്ഥിനിയാണ്. അവരുടെ സാമ്പത്തിക മേഖല, കുടുംബ ബഡ്ജറ്റിനെ തന്നെ അത് താറുമാറാക്കി. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ കഴുതകളാണോ എന്ന് ചില സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥ. പലപ്പോഴും ഈ പറയുന്ന സാഹചര്യങ്ങൾ ഒരേ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ ചില സമയങ്ങളിൽ സമരം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വന്യമൃഗങ്ങൾക്കൊക്കെ എതിരെ. അപ്പോൾ ഞങ്ങൾ വെറും നോക്കുകുത്തികളാണ്. കാരണം ഇത് ആരുടെ കൂട്ടത്തിൽ കൂടണം? കാരണം ഭരണപക്ഷത്തിന് ഈ മൃഗങ്ങളെ അല്ലെങ്കിൽ നിലയ്ക്ക് നിർത്താനുള്ള നിയമനിർമ്മാണത്തിനും മറ്റു സാഹചര്യങ്ങളും ഉള്ളപ്പോൾ അവർ നമ്മളോടൊപ്പം സമരം ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ അടുത്ത് പോകും എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ പുറത്തു പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ ജോലി സാധ്യതകളില്ല, ടൂറിസം വികസനത്തിനുള്ള സാധ്യതകളില്ല. ഇങ്ങനെ പോയാൽ ഇവിടെ നിന്ന് തന്നെ എത്രയോ കുട്ടികളാണ് വിദേശങ്ങളിൽ പഠിക്കാൻ പോകുന്നത്. ഇത് കേരളം ഒരു വൃദ്ധസദനമായി മാറുന്നു എന്ന് പറയുമ്പോഴും മാങ്കുളം വിജനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ പോരാടുക തന്നെ വേണം. അത് ഭരണകക്ഷി പ്രതിപക്ഷം എന്നൊന്നുമില്ല, ജനങ്ങൾ ഒറ്റക്കെട്ടാകുക എന്നതാണ് ഇതിന്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം, ഒരു അജണ്ട എന്ന് പറയാനുള്ളത്. എൻ്റെ പേര് അഭിഷേക് ജോസഫ്. ഞാൻ മുൻപാറയിലാണ്. എൻ്റെ ചോദ്യം, കാട്ടി വസിക്കുന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്. ഈ മാങ്കുളത്ത് ഭൂരിപക്ഷം ആൾക്കാരും കൃഷിക്കാരാണ്.
ഈ കാട്ടുപന്നിയും കാട്ടുപോത്തും ഒക്കെ വന്ന് ഞങ്ങള് നടുന്ന വൃക്ഷങ്ങളൊക്കെ നശിപ്പിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർക്ക് ഞങ്ങൾ ഇത്രയും മാങ്കുളം പള്ളിയായി ഇത്രയും വികസിപ്പിച്ചു കഴിഞ്ഞാണോ മാങ്കുളം കാടാക്കണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ആന പോലെയുള്ള മൃഗങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തേക്ക് വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, മുൻകാലങ്ങളിൽ നമുക്കറിയാം ഈ ഈറ്റവെട്ട് ഈ കാടിൻ്റെ മേഖലകളിൽ ഉണ്ടായിരുന്നു. വനം വകുപ്പ് തന്ത്രപരമായിട്ട് ഈറ്റവെട്ട് വനത്തിൽ നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അവരതിന് അനുമതി കൊടുക്കുന്നില്ല. പണ്ട് ബാംബു കോർപ്പറേഷൻ എല്ലാം മുഖേന ഈറ്റ വെട്ടുന്നത് വഴിയായിട്ട് ഈറ്റ വെട്ടുമ്പോൾ പുതിയ ഈറ്റകൾ വർഷം തോറും പുതിയ തളിപ്പുകൾ ഉണ്ടാവും. ആ തളിപ്പുകൾ ഉണ്ടാകുമ്പോൾ കാട്ടിനുള്ളിൽ തന്നെ ആനയ്ക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം ഉണ്ടാവും. ഇപ്പോൾ ഈറ്റ വെട്ടാതെ വരുമ്പോൾ ഈറ്റ നശിച്ചു പോവുകയാണ്. അപ്പോൾ ആനയ്ക്ക് അവിടെ ഭക്ഷണം ഇല്ലാണ്ടാവും. അപ്പോൾ ആന ഈ ഭക്ഷണം തേടി പുറത്തേക്ക് വരികയാണ്. അപ്പം ഈ ബാംബു കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആനകളെ കാട്ടിനുള്ളിൽ അവർക്കുള്ള തീറ്റ നഷ്ടപ്പെടുത്തുന്നു. അപ്പം വനം വകുപ്പ് ശരിക്കും ആസൂത്രിതമായിട്ട് ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഇറക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതികൾ, ഇങ്ങനെ പല പദ്ധതികളാണ് അവർ ആസൂത്രണം ചെയ്തത്. ഇതെല്ലാം അലിഖിതമാണ്, എഴുതി വെക്കുന്നില്ല. പക്ഷേ തന്നെ ആളുകൾ ഇറങ്ങിപ്പോകണമെന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണിത്. അപ്പം ഈ കൃഷി, ഈ ഈറ്റവെട്ടൽ പോലെയുള്ള കാര്യങ്ങൾ പുനരാരംഭിച്ചു കഴിഞ്ഞാൽ ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കും. അതുപോലെ തന്നെ മൃഗങ്ങൾക്ക്, ആനയ്ക്ക് കാട്ടിൽ തന്നെ ഭക്ഷണം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ അതിനുള്ള സാഹചര്യത്തിലും ഗവൺമെൻറ് അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധ പതിപ്പിക്കണം. ഈ ഉദ്യോഗസ്ഥർ പറയുന്ന കൊടുക്കുന്ന തെറ്റായ സന്ദേശങ്ങൾ, തെറ്റായ നിർദ്ദേശങ്ങൾ അത് അംഗീകരിച്ച് ഉത്തരവുകളാക്കി മാറ്റുന്നത് വഴിയായിട്ടാണ് പലപ്പോഴും കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകുന്നത് എന്നാണ് പറയാനുള്ളത്. പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഇവിടെ ചർച്ച വൈൻഡപ്പ് ചെയ്യാണ്. പ്രത്യേകിച്ച് ഈ ഒരു ചർച്ചയിൽ കുട്ടികളും യുവജനങ്ങളും വീട്ടമ്മമാരും പ്രായമായവരും കുടുംബസ്ഥരും ഒക്കെ ഏക സ്വരത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ ഭൂമിയിൽ ഞങ്ങൾക്കും ജീവിക്കണം. ശക്തമായിട്ടുള്ളൊരു ജനരോക്ഷമാണ് ഈ മേഖലയിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക, നിങ്ങളും മനുഷ്യരാണ്. നിങ്ങൾ ഉണ്ടാക്കിയ നിയമങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാണ്, മൃഗങ്ങൾക്ക് വേണ്ടിയല്ല. ഈ മാങ്കുളത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പുവാൻ ഭരണകൂടങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാകണം. അതിന് തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ അനുശാസിക്കുന്ന ആ ചട്ടക്കൂടിൻ ഉള്ളിൽ നിന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് മാങ്കുളത്തെ ജനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ജനത്തിന്റെ കണ്ണീര്, ഈ ജനത്തിന്റെ രോദനം ഭരണകൂടം കേൾക്കുക തന്നെ വേണം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത മാങ്കുളത്തെ ഈ വേദന അനുഭവിക്കുന്ന കർഷക ജനതയ്ക്ക് ഏറ്റവും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഒപ്പം വിദഗ്ധ അഭിപ്രായങ്ങൾ പങ്കുവച്ച സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ മാത്യുവേശനൊപ്പം തന്നെ ജനപ്രതിനിധി ശ്രീമതി ഷൈനി മാത്യു, ഒപ്പം ശ്രീ ബിജു മാനുവൽ, ഒപ്പം തന്നെ നിരവധി ജനപ്രതിനിധികൾ ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്തു. അവർക്ക് ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഷക്കനിയ ന്യൂസ് ഇവിടെ വന്ന് ഇങ്ങനെയൊരു വേദി ഒരുക്കി ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചതിന്, അത് പ്രക്ഷേപണം ചെയ്യാൻ സന്നദ്ധമായതിനും ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു.